അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹാബതിഹി കുല്ലിഹിം അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാന്യരായ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിനോടുള്ള തഖ്വ, സൂക്ഷ്മത ജീവിതത്തിലെല്ലാം ഇപ്പോഴും കാത്തു സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഷെയ്ഖ് സ്വാലിഹ് സിന്ദി ഹഫ്ദഹുല്ല രചിച്ച മറാഖിൽ വായി എന്ന ഗ്രന്ഥത്തിൻ്റെ ഓരോ അധ്യായങ്ങളായാണല്ലോ നമ്മൾ മനസ്സിലാക്കി വരുന്നത്. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്, പൊതുവിൽ മനുഷ്യകുലത്തിൽ അതിലൊരു അംഗമായി ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിലെ ദീൻ എന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ്. മൊത്തത്തിൽ ഇന്ന് സമൂഹത്തിൽ ആളുകൾ ചോദിക്കുന്നത് കാണാൻ കഴിയും, മതമൂല്യങ്ങൾ, നിങ്ങൾ ഈ പറയുന്ന ദീൻ, മതം, അതിൻ്റെ ആവശ്യകത എന്താണ്? സത്യത്തിൽ അതിൻ്റെ ആവശ്യമുണ്ടോ? അതൊരു നിർബന്ധമായി ഇങ്ങനെ ജീവിതത്തിൽ പാലിക്കേണ്ട, എല്ലാ രംഗങ്ങളിലും ഇങ്ങനെ ഇടപെടുന്ന, പലപ്പോഴും പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്ന, മനുഷ്യന്മാർ തമ്മിൽ വർഗീയതയും സംഘട്ടനവും ഒക്കെ ഉണ്ടാകാൻ പലപ്പോഴും കാരണമാകുന്ന ഇങ്ങനൊരു മതം, ഇത് എന്തിനാണ് സമൂഹത്തിൽ? മതം ആവശ്യമില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. മതം ചിലപ്പോഴൊക്കെ മനുഷ്യന് ഒരു താങ്ങായും തണലായും ഒക്കെ ഉപകാരപ്പെട്ടേക്കാം എന്ന് പറയുന്നവരുമുണ്ട്. മതം വേണം, പക്ഷേ അത് അടിവസ്ത്രം പോലെയാണ് എന്ന് പറയുന്നവരുണ്ട്. അഥവാ തീർത്തും സ്വകാര്യമാണ്, പുറത്തൊന്നും കാണിക്കാൻ പറ്റില്ല. പൊതുജന മധ്യത്തിലൊന്നും നിങ്ങൾ മതത്തെ കൊണ്ടുവരരുത്. നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ പ്രൈവറ്റ് സ്പേസിൽ, സ്വകാര്യ ഇടങ്ങളിൽ നിങ്ങൾക്ക് മതം വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാം. പൊതുസ്ഥലങ്ങളിലേക്കൊന്നും നിങ്ങൾ മതത്തെ കൊണ്ടുവരരുത്. മതം പുരോഗതിക്ക് വിലങ്ങുതടിയാണ് എന്ന് പറയുന്നവരുണ്ട്. മതം ഒരു മനുഷ്യനിൽ പ്രവേശിച്ചാൽ പിന്നെ ഒരു മനുഷ്യ സമൂഹത്തിന് പുരോഗതി ഉണ്ടാവില്ല. ഇങ്ങനെ മതത്തെക്കുറിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ വെച്ച് പുലർത്തുകയും, മതം വേണമെന്നും വേണ്ടെന്നും, വേണമെങ്കിൽ തന്നെ ഇന്ന ചില കാര്യങ്ങളുടെ ഉപാധികളോടെ മാത്രം അത് മതി എന്നുമൊക്കെ പറയുന്ന ആളുകൾ ഇന്ന് എല്ലാ മതങ്ങളിലുമുണ്ട്, മുസ്ലിങ്ങളിലുമുണ്ട്. എന്താണ് നമ്മൾ മതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, മലയാള ഭാഷയുടെ പരിമിതി ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ദീൻ എന്നതിന് മതം എന്ന് പ്രയോഗിക്കാനുള്ള കാരണം. ഭാഷയിൽ അഭിപ്രായം, അയാളുടെ കാഴ്ചപ്പാട് എന്നൊക്കെയാണ് മതം എന്ന വാക്കിനർത്ഥം. മലയാള പുസ്തകങ്ങളിൽ കാണാം, ഇതാണ് പണ്ഡിത മതം എന്ന് പറഞ്ഞാൽ ഇതാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം എന്നേ അർത്ഥമുള്ളൂ. പക്ഷേ നമ്മുടെ ഭാഷയുടെ പരിമിതികൾ കൊണ്ട് ദീൻ എന്ന അറബി പദത്തിന് നമ്മൾ മതം എന്നൊരു വാക്ക് പരിഭാഷയായി കൽപ്പിച്ചു നൽകുന്നു. ഇസ്ലാം പറയുന്ന ദീൻ, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, തീർച്ചയായും ദീൻ എന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അത് ഇസ്ലാം മാത്രമാണ് എന്ന ആ പരികൽപ്പനയുള്ള ദീനിന് അതിനേക്കാൾ എത്രയോ വിശാലമായ അർത്ഥമാണുള്ളത്. അതൊരഭിപ്രായം എന്ന നിലയിൽ ഒതുങ്ങുന്നതല്ല. മനുഷ്യന്മാർ ചിലർ സംസ്കാരമായി ദീനിനെ മനസ്സിലാക്കാറുണ്ട്. ചില ആളുകൾ അവരുടെ മതത്തിനെ മനസ്സിലാക്കുന്നത് ഒരു കൾച്ചർ, സംസ്കാരമായിട്ടാണ്. അഥവാ ആഘോഷങ്ങൾ വരുമ്പോൾ ആഘോഷിക്കാൻ, ചില പ്രത്യേക വേളകളിൽ ചില വസ്ത്രങ്ങൾ ധരിക്കാൻ, ചില ചടങ്ങുകളിൽ, അവരുടെ വിവാഹങ്ങളിലോ അല്ലെങ്കിൽ മരണാനന്തര ചടങ്ങുകളിലോ ജനനവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിലോ ഒക്കെ ചടങ്ങുകളിലും പരിപാടികളിലും മാത്രം പ്രകടിപ്പിക്കേണ്ട ഒന്നായി ദീനിനെ മനസ്സിലാക്കുന്നവരുമുണ്ട്, മതത്തെ മനസ്സിലാക്കുന്നവരും. പക്ഷേ ഇസ്ലാം അതിനേക്കാളും എത്രയോ ആഴത്തിലുള്ളതാണ്. ദീൻ എന്ന വാക്ക് വിശുദ്ധ ഖുർആൻ, ഇസ്ലാമിക പ്രമാണങ്ങൾ പ്രയോഗിക്കുന്നത് അതിനേക്കാൾ എത്രയോ ആഴത്തിലാണ്.
ഒരു മനുഷ്യൻ്റെ വിശ്വാസതലവും കർമ്മതലവും സ്വഭാവതലവും, എന്തിനേറെ പറയുന്നു, അവൻ്റെ ഓരോ അനക്കവും അടക്കവും, അവൻ്റെ രാഷ്ട്രീയ ചിന്തകളും മാനസിക വ്യാപാരങ്ങളും ദാമ്പത്യ ജീവിതവും അവൻ്റെ ജീവിതത്തിൽ അവൻ അനുവർത്തിക്കേണ്ട ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവൻ്റെ ഓരോ ചടങ്ങുകളും അവൻ്റെ വസ്ത്രധാരണ രീതിയും അങ്ങനെ തുടങ്ങി ഒരു മനുഷ്യൻ്റെ ജീവിതമാസകലം ചൂഴ്ന്നു നിൽക്കുന്ന ജീവിതത്തിനും അപ്പുറത്ത് പരലോക ജീവിതവും എന്താണെന്ന് അവൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒന്നാണ് ഇസ്ലാം പറയുന്ന ദീൻ. ഈ ദീനിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട്, മതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, മതമുണ്ടോ ഇല്ലയോ എന്നുള്ള കാഴ്ചപ്പാട്, ഇതൊരുപാട് ആളുകൾ ഒരു കാലത്ത് സംവാദം നടത്തിയൊരു മേഖലയാണ്. എങ്ങനെയാണ് മനുഷ്യൻ ദീനിനെ മനസ്സിലാക്കുന്നത്? ചില ആളുകൾ പറഞ്ഞു, ദീൻ എന്ന് പറഞ്ഞാൽ അത് ഒരു മനുഷ്യനിങ്ങനെ ജനിക്കുന്നു, അപ്പോൾ മനുഷ്യന്മാരൊക്കെയും ബ്ലാങ്ക് ആയിട്ടാണ് ജനിക്കുന്നത്, മുഴുവൻ ശൂന്യമാണ്. മാതാപിതാക്കൾ അവനിലേക്ക് എന്ത് ചെയ്യുന്നു, അവരേത് സമൂഹത്തിലാണോ ജനിച്ചത് ആ മതത്തെ മാതാപിതാക്കൾ അവൻ്റെ മതമാക്കി തീർക്കുന്നു. അങ്ങനെ അവൻ വളർന്നു വരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് അവൻ ദീനിലായി വളരും. ഇതിലൊരു പരിധി വരെ ശരിയാണ്. അഥവാ അവൻ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ അവനെ വ്യത്യസ്ത ദീനുകളിലേക്ക് നയിക്കുന്നു എന്നത് ശരിയാണ്. പക്ഷേ ജന്മസിദ്ധമായി മനുഷ്യൻ ജനിക്കുന്നത് ബ്ലാങ്ക് ആയിട്ടാണോ എന്നത് വളരെ വലിയൊരു ചോദ്യമാണ്. അതൊരുപാട് കാലം ആളുകളെ, തത്വശാസ്ത്രജ്ഞന്മാരെയും ചിന്തകരെയും ഒക്കെ കുഴക്കിയൊരു ചോദ്യമാണ്. എങ്ങനെയാണ് മനുഷ്യൻ ജനിക്കുന്നത്? അതിൻ്റെ പേരിൽ ഒരുപാട് ആളുകൾ പുരാതന കാലത്ത് ഗ്രീക്ക് തത്വചിന്തകന്മാർ പൊതുവെ മനുഷ്യനെ നിർവചിക്കുമ്പോൾ ഇന്നത്തെ കാലത്തും നൂറ്റാണ്ടുകളോളമായി മനുഷ്യരുടെ നിർവചനം പറയുമ്പോൾ ഗ്രീക്ക് തത്വചിന്തകന്മാരുടെ നിർവചനങ്ങളാണ് പേര് പറഞ്ഞില്ലെങ്കിൽ പോലും പൊതുവിൽ ആളുകൾ പറയാറുള്ളത്. മനുഷ്യൻ എന്താണ് എന്ന് ചോദിച്ചാൽ അറബിയിലും ഹയവാനുൻ നാത്തിഖ്, സംസാരിക്കുന്ന ജീവി, സ്പീക്കിംഗ് അനിമൽ എന്ന് പറയാറുണ്ട്. അത് യഥാർത്ഥത്തിൽ അരിസ്റ്റോട്ടലിൻ്റെ അല്ലെങ്കിൽ ഗ്രീക്ക് തത്വചിന്തയുടെ സംഭാവനയാണ്. അല്ലെങ്കിൽ മനുഷ്യൻ ആരാണ്? അവൻ പൊളിറ്റിക്കൽ അനിമൽ, അവനൊരു രാഷ്ട്രീയ ജീവിയാണ്, സോഷ്യൽ അനിമൽ, സാമൂഹിക ജീവിയാണ് എന്നൊക്കെ പറയാറുണ്ട്. കുറെ കൂടി ആധുനിക സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ ഹ്യൂമൻ ഈസ് എ ട്രേഡിംഗ് അനിമൽ എന്നൊക്കെ പറഞ്ഞത് കാണാം. ആഡം സ്മിത്തിനെ പോലെയുള്ള ആളുകൾ മനുഷ്യൻ, അതായത് മനുഷ്യനുള്ള ഓരോ സവിശേഷത എടുത്തു വെച്ച് പറഞ്ഞതാണ്. മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഓരോ സവിശേഷതകൾ. മറ്റു മൃഗങ്ങൾ സംസാരിക്കാറില്ല, അപ്പോൾ മനുഷ്യൻ സംസാരിക്കുന്ന ഒരു മൃഗമാണ് മനുഷ്യൻ. കച്ചവടം ചെയ്യുന്ന ഒരു മൃഗം, മറ്റു മൃഗങ്ങൾ ആരും കച്ചവടം ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെ മനുഷ്യൻ്റെ സവിശേഷതയായ എന്തൊക്കെയുണ്ട് അതൊക്കെ വെച്ച് മനുഷ്യനെ നിർവചിക്കാൻ ശ്രമിച്ച ആളുകളുണ്ട്. എന്നാൽ അപ്പോഴും പുരാതന കാലം മുതലേ മനുഷ്യൻ മനസ്സിലാക്കിയതാണ് ഹ്യൂമൻ ഈസ് എ റിലീജിയസ് അനിമൽ. അവനൊരു മതജീവിയാണ്. അഥവാ മതം മനുഷ്യൻ്റെ ഉള്ളിൽ ജന്മനാ തന്നെ ഒരു അവബോധമായി നിലനിൽക്കുന്നുണ്ട്, അതാരും പഠിപ്പിച്ചു കൊടുത്താലും ഇല്ലെങ്കിലും. അപ്പോൾ പുരാതനമായ നാഗരികതകൾ, സംസ്കാരങ്ങളൊക്കെ ചരിത്രത്തിൽ പരിശോധിച്ച് നോക്കി. അപ്പോൾ ഏത് നാഗരികതയും ഏത് സംസ്കാരവും ഏത് കാലത്ത് നമ്മൾ എടുത്താലും നമുക്ക് ഒരു പരിധിക്കപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു കാലഘട്ടം വരെ നിരീശ്വരവാദം എന്നൊരു സങ്കല്പം തന്നെ സമൂഹത്തിൽ കാണാൻ കഴിയും. ഏതെങ്കിലും ഒരു തരത്തിൽ ദൈവത്തെ അംഗീകരിക്കുന്ന, തന്നെ സൃഷ്ടിച്ചൊരു സ്രഷ്ടാവിനെ അംഗീകരിക്കുന്ന, എല്ലാറ്റിനും മുകളിലൊരു ശക്തിയുണ്ട് എന്ന് സങ്കല്പിക്കുന്ന സംസ്കാരങ്ങളും നാഗരികതകളുമാണ് എക്കാലത്തും ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതൊക്കെ പഠിച്ച സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് കാണാം, മതം എന്നതൊരിക്കലും ആരെങ്കിലും ഇങ്ങനെ കുത്തിവെച്ച് അങ്ങനെ ഉണ്ടായതിന് അത് ജന്മസിദ്ധമാണ്. അതെല്ലാ സംസ്കാരങ്ങളിലും പൊതുവാണ്. അതൊരു യൂണിവേഴ്സൽ ഫിനോമിനനാണ്, അഥവാ ഒരു പ്രാപഞ്ചികമായ പ്രതിഭാസമാണ്. എല്ലായിടത്തും ഉണ്ട് മതം. നിരീശ്വരവാദമല്ല അടിസ്ഥാനം, ഈശ്വരവാദമാണ്, മതമാണ്, ദൈവത്തിൻ്റെ ഉണ്മയെക്കുറിച്ചുള്ള ബോധമാണ് അടിസ്ഥാനപരമായി മനുഷ്യനുള്ളത്. വിശുദ്ധ ഖുർആൻ സൂറത്തുർ റൂമിൽ പറയുന്നത് കാണാൻ കഴിയും, ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ ഫിത്രത്തല്ലാഹ് അല്ലതി ഫതറന്നാസ അലൈഹ. മനുഷ്യന് ദൈവിക ബോധം, മതബോധം, സ്രഷ്ടാവിനെക്കുറിച്ചുള്ള ബോധം, ദീനിനെക്കുറിച്ചുള്ള ബോധം അത് അള്ളാഹു മനുഷ്യന് ജന്മസിദ്ധമായി നൽകിയതാണ്. അത് മനുഷ്യൻ്റെ ഫിത്രത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസ് കൂട്ടിച്ചേർത്ത് വായിക്കാം. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. ഓരോ ശിശുവും ജനിക്കുന്നത് ഫിത്രത്തിലാണ്, അഥവാ ശുദ്ധ പ്രകൃതിയിലാണ്, ശരിയായ ദീനി കാഴ്ചപ്പാടിലാണ്, ശരിയായ മതത്തെക്കുറിച്ചുള്ള അവബോധം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഓരോ ജനിക്കുന്നവനും ജനിക്കുന്നത്. പിന്നെ അവൻ്റെ സാഹചര്യങ്ങൾ, അബവാഹു യുഹൗവിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ മജ്ജിസാനി, അവൻ്റെ മാതാപിതാക്കൾ അവനെ ഒരു
യഹൂദനോ ക്രൈസ്തവനോ ഒരു അഗ്നി ആരാധകനോ ഒക്കെയാക്കി മാറ്റുന്ന ഒരു സാഹചര്യങ്ങൾ അങ്ങനെ മാറുന്നു. ഇതിനെക്കുറിച്ച് ഇത് ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിയുമോ എന്നും ആളുകൾ ശ്രമിച്ചിട്ടുണ്ട്. ഷെയ്ഖ് സ്വാലിഹ് സിന്ദി ഹഫിളഹുല്ല തന്നെ ഉദ്ധരിക്കുന്നൊരു പഠനം നമുക്ക് കാണാൻ കഴിയും. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ 2 പണ്ഡിതന്മാർ സാമൂഹ്യശാസ്ത്രത്തിലും അതുപോലെ തന്നെ ആന്ത്രോപോളജി നരവംശാസ്ത്രത്തിലും വിശിഷ്യ ചെറിയ കുട്ടികളുടെ സൈക്കോളജി മാനസിക ശാസ്ത്രത്തിലും ഒക്കെ മനഃശാസ്ത്രത്തിലും ഒക്കെ പഠനം നടത്തുന്ന ജസ്റ്റിൻ ബാരറ്റ് അതുപോലെ തന്നെ റോജർ ട്രിഗ് എന്നീ 2 പണ്ഡിതന്മാർ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാരാണ്. അവരൊരു പഠനം നടത്തി. 2007 മുതൽ 2011 വരെ നീണ്ടുനിന്ന ഈയൊരു മേഖലയിലെ ഏറ്റവും ആധുനികമെന്ന് നമുക്ക് അനുമാനിക്കാവുന്ന ഒരു പഠനം, കോഗ്നിഷൻ, റിലീജിയൻ ആൻഡ് തിയോളജി പ്രോജക്റ്റ് എന്നാണ് അതിൻ്റെ പേര്. അതായത് മനുഷ്യന് ജന്മനാ ഉള്ള അവബോധം, മതബോധം ജന്മസിദ്ധമാണോ അല്ലയോ എന്നുള്ളതാണ് അവർ പരിശോധിച്ചത്. 57 ഗവേഷകന്മാരും 20 രാജ്യങ്ങളിൽ നിന്നുള്ള 57 ഗവേഷകന്മാർ ചേർന്ന ആ ഒരു പഠനത്തിന് അവസാനം അവർ കണ്ടെത്തിയത് മനഃശാസ്ത്രപരമായും മനുഷ്യൻ്റെ ചരിത്രം, നരവംശാസ്ത്രം ഇത് പ്രകാരമാണെങ്കിലും ചെറിയ കുട്ടികൾ അതുപോലെ തന്നെ വലിയ മനുഷ്യർ ഇവരിലൊക്കെ അവർ നടത്തിയ പഠനങ്ങൾ പാശ്ചാത്യൻ നാടുകൾ, സമൂഹങ്ങൾ, അതുപോലെ തന്നെ ഇന്നും ലോകത്ത് പുറം ലോകം പോലും ഉണ്ട് എന്ന് അറിയാതെ പോലും ജീവിക്കുന്ന വനാന്തരങ്ങളിലൊക്കെ ജീവിക്കുന്ന ഗോത്ര വിഭാഗങ്ങൾ, ഇങ്ങനെ പലതരം സമൂഹങ്ങളിൽ പഠനം നടത്തി അവർ അതിനുശേഷം പറഞ്ഞത് മനുഷ്യൻ്റെ ദൈവിക ബോധം ജന്മസിദ്ധമാണ് എന്നാണ്. അത് അവനാരും പുറത്തുനിന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ്. ഇതിൽ ജസ്റ്റിൻ ബാരറ്റ് അദ്ദേഹം ഒരു ചെറിയ കുട്ടികളുടെ ചൈൽഡ് സൈക്കോളജിയിലെ ഒരു വളരെ വലിയ രൂപത്തിൽ റിസർച്ചുകൾ നടത്തിയ മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്. അതിൽ ഈ പഠനത്തിനൊക്കെ ശേഷം പിന്നീട് 2012 അദ്ദേഹം പുറത്തിറക്കിയ പുസ്തകമാണ് ബോൺ ബിലീവേഴ്സ്, ജന്മനാ ഉള്ള വിശ്വാസികൾ എങ്ങനെയാണ് കുട്ടികളിൽ മതബോധം ഉടലെടുക്കുന്നത് എന്ന ഒരു പുസ്തകം. അപ്പോൾ അതിൽ അദ്ദേഹം വളരെ ചെറുപ്രായത്തിലുള്ള കുട്ടികളെയും ഒക്കെ പഠനവിധേയമാക്കുകയും ഒരുപാട് പരീക്ഷണങ്ങൾ അദ്ദേഹം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയമായി തന്നെ മനുഷ്യൻ്റെ ജന്മസഹജമാണ് മനുഷ്യന് മതബോധം എന്നതാണ് അദ്ദേഹം അതിലൂടെ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും ചുരുക്കത്തിൽ അഥവാ കാര്യകാരണ ബന്ധം എന്നതുപോലുള്ളവ മനുഷ്യനിൽ ജന്മസിദ്ധമാണ്. ഒരു കാര്യമുണ്ടെങ്കിൽ അതിന് പിന്നിലൊരു കാരണമുണ്ട് എന്ന ബോധം മനുഷ്യന് ഒരാൾക്ക് ഇഞ്ചക്റ്റ് ചെയ്തു കൊടുത്ത് അല്ലെങ്കിൽ പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു ബോധമല്ല. അതുകൊണ്ടാണ് ഒന്നും പഠിച്ചിട്ടില്ലാത്തൊരു ചെറിയ കുട്ടി പോലും ഒരു ശബ്ദം കേട്ടാൽ ഒന്ന് തോണ്ടിയാൽ കുട്ടി തിരിഞ്ഞു നോക്കുന്നത്. അതുകൊണ്ടാണ് ആ കുട്ടിയോട് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല ഇങ്ങനൊരു ശബ്ദം കേട്ടാൽ അതിന് പിന്നിൽ ഒരു കാരണമുണ്ടാകും, അപ്പോൾ അത് നോക്കിയാലാണ് ഒരു കാര്യം നടന്നാൽ കാരണമുണ്ടാകുന്നത് പറഞ്ഞു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക അഖീദ വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് മനുഷ്യർക്ക് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുത്തത് എന്നിടത്ത് വിശുദ്ധ ഖുർആൻ സ്വീകരിച്ച ഏറ്റവും സുന്ദരമായ രീതി ദൈവമുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഒരുപാട് തെളിവുകളും അത് പറഞ്ഞു പഠിപ്പിക്കേണ്ട ഒരു വാദമായി പറഞ്ഞ് തെളിവുകൾ നിരത്തി പഠിപ്പിക്കേണ്ട ഒന്നായി ഖുർആൻ എവിടെയും പഠിപ്പിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ ഉണ്മ, അള്ളാഹു ഉണ്ട് എന്ന്. നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ്റെ ചർച്ചയും തെളിവുകളുടെ സ്ഥാപനവും ഒക്കെ വരുന്നത്. അതെന്തുകൊണ്ടാണ്? ദൈവമുണ്ട്, അള്ളാഹുവിൻ്റെ ഉണ്മ എന്നത് അങ്ങനെ പറഞ്ഞു പഠിപ്പിക്കേണ്ട മനുഷ്യനിൽ ജന്മസിദ്ധമായ ഒരു കാര്യമാണ് എന്നതുകൊണ്ടാണ് ഖുർആൻ അതിനുവേണ്ടി സമയം കളയാത്തത്. അതിന് ആവശ്യമില്ല, മനുഷ്യരിൽ അത് ജന്മസിദ്ധമാണ്, അതെല്ലാവർക്കും അറിയുന്ന സംഗതിയാണ്. അപ്പോൾ ലോകത്ത് വന്ന ഒരുപാട് ആശയങ്ങൾ, മനുഷ്യനിർമ്മിതമായ കുറേ കാര്യങ്ങൾ, ദൈവികമായിരുന്ന തന്നെ പല മതങ്ങൾ, പിന്നീട് പലതരത്തിലുള്ള കളങ്കപ്പെടുത്തലുകളും വന്ന കൂട്ടിച്ചേർക്കലുകളും വെട്ടിച്ചുരുക്കലുകളും ഒക്കെ വന്ന മതങ്ങൾ ലോകത്തുണ്ട്. അതുപോലെ തന്നെ മനുഷ്യന്മാർ നിർമ്മിച്ച കുറേ ആശയങ്ങൾ ലോകത്തുണ്ട്. മതം എന്നതിനെക്കുറിച്ച് മനുഷ്യൻ കണ്ട കുറേ കാഴ്ചപ്പാടുകളുണ്ട്. ദൈവമാരാണ്, മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, മനുഷ്യനെ എങ്ങനെ ജീവിക്കാൻ പാടില്ല, എന്താണ് നന്മ, എന്താണ് തിന്മ, അതിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, എന്താണ് ധാർമ്മികത, എന്താണ് അധാർമികത, ഇതിനൊക്കെ മനുഷ്യന്മാർ കുറേ ചിന്തകളുടെ അടിസ്ഥാനത്തിൽ അതിനെ മനസ്സിലാക്കാനും അതിനെ നിർവചിക്കാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. അവിടെയാണ് നമുക്ക് ഇസ്ലാം എന്നതിൻ്റെ ആവശ്യകതയും ഇസ്ലാം എന്നത് യഥാർത്ഥ ദൈവിക മതത്തിൻ്റെ അനിവാര്യതയും പ്രാധാന്യവും ഗൗരവവും നമുക്ക് ബോധ്യപ്പെടുന്നത്. മനുഷ്യ നിർമ്മിതമായ ആശയങ്ങൾ
മനുഷ്യൻ നിർമ്മിക്കുന്ന ആശയങ്ങൾ, മനുഷ്യന്മാർ തന്നെ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഒരിക്കലും ആകില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഉദാഹരണമായി ലോകത്ത് മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, മനുഷ്യൻ എന്ത് ചെയ്യണം ചെയ്യണ്ട എന്ന് കുറേ മനുഷ്യന്മാർ ചിന്തിച്ചു നോക്കിയിട്ടുണ്ട്. പുരാതന കാലം മുതലേ ചിന്തിച്ചു നോക്കിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രീക്ക് തത്വചിന്തകന്മാർ ഒരുപാട് അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്. അതിൽ ഒരുപാട് ആശയങ്ങൾ വന്നിട്ടുണ്ട്. അരിസ്റ്റോട്ടിൽ, സോക്രട്ടീസ്, പ്ലേറ്റോ, പിന്നെ അതുപോലെ തന്നെ അരിസ്റ്റിപ്പസ് പിന്നെ ചരിത്രത്തിൽ ഹെഡോണിസം എന്നുള്ളൊരു വാദത്തിൻ്റെ തുടക്കക്കാരനെ അറിയപ്പെടുന്ന ആളാണ്. അഥവാ അയാൾ മനുഷ്യനെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ അയാൾ നന്മയും തിന്മയും പിന്നെ അയാൾക്ക് വിശദീകരിക്കാൻ കഴിഞ്ഞത്, ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത് എന്തോ അത് നന്മ, അയാൾക്ക് വേദന നൽകുന്നത് എന്തോ അത് തിന്മ ആയിട്ടാണ് അയാൾ മനസ്സിലാക്കിയത്. അയാൾക്ക് സ്വയം വേദനിക്കുന്നത് അത് തിന്മ, അയാൾക്ക് സന്തോഷം നൽകുന്നത് എന്തോ അത് നന്മ. പക്ഷെ അതിൻ്റെ അപകടം നമുക്ക് ഉദാഹരണങ്ങളുടെ പിന്നെ വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അതെങ്ങനെയാണ്? ഇത് ഒരു വ്യക്തി എന്ന നിലക്ക് മാത്രമാണ് ഇത് കണ്ടത്. ഒരാൾ മോഷ്ടിക്കുന്നു, ഒരാൾ വലിയ പിന്നെ മോഷണം നടത്തി, അയാളെ സംബന്ധിച്ചിടത്തോളം അത് അയാൾക്ക് കിട്ടുന്ന വലിയ സന്തോഷമാണ്, ഒരു വേദനയില്ല, പ്രശ്നമില്ല. അപ്പോൾ അത് നന്മയായി മാറുമോ? ഇല്ല, മാറില്ല. നന്മ തിന്മകളെ വേർതിരിക്കാൻ അങ്ങനെ ഒരു മാനദണ്ഡം വെക്കാൻ കഴിയില്ല. യൂട്ടിലിറ്റേറിയനിസം ഇതുപോലെ സമൂഹത്തിൽ വന്ന മറ്റൊരു വാദമാണ്. ഇങ്ങനെ ഒരുപാട് വാദങ്ങൾ. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സന്തോഷം ലഭിക്കുന്നതാണ് നന്മ, ഏറ്റവും കുറവ് ആളുകൾക്ക് പിന്നെ സന്തോഷം അത് പറ്റില്ല. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സന്തോഷം ലഭിക്കുന്നതാണ് സമൂഹത്തിൽ നമ്മൾ നന്മയായി മനസ്സിലാക്കേണ്ടത്. അങ്ങനെ എന്തൊക്കെ ലോകത്ത് എത്ര വലിയ അധാർമികതകൾ ലോകത്ത് നന്മകളായി പറയേണ്ടി വരും. ഒരു 10-15 ആൾ ചേർന്ന് ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു നിങ്ങൾ സങ്കല്പിക്കുക. അത്രയും ആളുകൾ, കൂടുതൽ ആളുകൾക്ക് സന്തോഷം കിട്ടുന്നു എന്ന അഭിപ്രായ പ്രകാരം അത് നന്മയായി പറയാൻ പറ്റും. ലോകത്ത് അത്രയധികം ആളുകളെ പിന്നെ മില്യൺ കണക്കിന് ജൂതന്മാരെ കൊന്നൊടുക്കിയ ഹിറ്റ്ലർ, ഇവരുടെ കാഴ്ചപ്പാടിൽ ഹിറ്റ്ലറിൻ്റെ കൂടെയുള്ള ആളുകൾ, അവരുടെ വാദം, അവരുടെ വംശം, ആര്യവംശം, അതാണ് ഏറ്റവും ഉന്നതമായ കുലം, അവരാണ് ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് കുറവുള്ള ജൂതന്മാരെയൊക്കെ കൊന്ന് കോൺസെൻട്രേഷൻ ക്യാമ്പിലൊക്കെ ആക്കി അങ്ങനെ ഇതാക്കി വിടണം. അപ്പോൾ ഹിറ്റ്ലറും അവരുടെ നാസി എന്ന് പറയുന്ന പ്രസ്ഥാനവുമൊക്കെ കൂടുതൽ ആളുകൾക്ക് അവിടെ സന്തോഷം കിട്ടി. അവരുടെ പിന്നെ അഭിപ്രായമാണ് നന്മ എന്ന് നമുക്ക് പറയാൻ കഴിയും. ഈ ആശയങ്ങളൊക്കെ നമ്മൾ പറയുമ്പോഴും ഇതിനൊക്കെ ഓരോ അംശങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇന്നുണ്ട്. മതം എന്ന് പറയുമ്പോൾ അതിന് ബദലായി ആളുകൾ പറയുന്ന കുറേ വാദങ്ങളിൽ ഒന്നാണിത്. നമ്മൾ പറയും മതം നിങ്ങൾ സ്വീകരിക്കണം, ധാർമ്മികമായ മൂല്യങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്, മതം പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അപ്പുറത്ത് നിന്ന് വരും കുറേ വാദങ്ങൾ. അല്ലല്ല, അതിന് മതത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് നന്മ തിന്മകളെ കാണുന്നത്? ഇന്നും നിലവിലുള്ള പിന്നെ 18-ാം നൂറ്റാണ്ടിൽ ജോൺ സ്റ്റോട്ട് മിൽ തുടക്കക്കാരൻ എന്ന് പറയപ്പെടുന്ന ഒന്നാണ് ഹാം പ്രിൻസിപ്പിൾ. അഥവാ നമ്മളെങ്ങനെ ജീവിക്കേണ്ടത്? ആർക്കും ഉപദ്രവമൊന്നും ഉണ്ടാക്കാതിരുന്നാൽ മതി. മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നത് അത് തിന്മ, അതല്ലാത്തതൊക്കെ നന്മ. അതിനാണ് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഹാം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പ്രശ്നം. ഇതാണ് ഹാം പ്രിൻസിപ്പിളിൻ്റെ ഒരു ഇത്. കേട്ടാൽ ഇന്നും പല ആളുകൾ പറയുന്ന വാദമാണ്, നമ്മൾ എന്താ പ്രശ്നം, ആർക്കും മറ്റുള്ളവർക്ക് നിങ്ങൾ ആരും ഉപദ്രവിക്കാനൊന്നും വരുന്നില്ലല്ലോ. ഈ ഹാം പ്രിൻസിപ്പിൾ ഉണ്ടെങ്കിൽ നമ്മൾ നോക്കി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നന്മ തിന്മകളെ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, ഈ ഹാം, ഉപദ്രവം എന്ന് പറയുന്നത് അത് ആരുടെ കണക്കിലാണത് ഉപദ്രവമാവുന്നത്? എനിക്ക് ഉപദ്രവമാവുന്നതാവില്ല, അടുത്തവന് ഉപദ്രവമാകുന്നത്. അത് തന്നെ തീരുമാനിക്കാൻ എന്ത് പിന്നെ മാനദണ്ഡമാണുള്ളത്? എത്രയോ സമൂഹത്തിലുള്ള തിന്മകൾ, ഇവർ തന്നെ അംഗീകരിക്കാത്ത തിന്മകൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ പിന്നെ ഇവർക്ക് ശരിയായി അംഗീകരിക്കേണ്ടി വരും? ചില ആളുകൾ പറയും പരസ്പര സമ്മതമുണ്ടെങ്കിൽ എന്തും ചെയ്യാം, നന്മ. ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, മതത്തെക്കുറിച്ച് പറയുമ്പോൾ ചില ആളുകൾ പറയുന്നു മറ്റുള്ളവർക്കൊന്നും ഉപദ്രവം ഉണ്ടാക്കാതിരുന്നാൽ മതി. നമ്മൾ പിന്നെ വിവാഹം കഴിക്കുന്നു, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു, ബാക്കിയുള്ളവർക്കൊന്നും പ്രശ്നമില്ല, നിങ്ങൾക്ക് എന്താ പ്രശ്നം? അതാണ് അവരുടെ നന്മ, അതാണ്. അങ്ങനെ നമ്മൾ തീരുമാനിക്കാൻ നിന്നാലോ? നമ്മുടെ സമൂഹത്തിൽ ഒരാൾ പിന്നെ തീരുമാനിക്കുകയാണ് കുറേയേറെ മ്ലേച്ഛതകൾ, നമ്മളൊരു പക്ഷേ ഒരു മസ്ജിദിലിരുന്ന് ചർച്ച ചെയ്യുമ്പോൾ പറയാൻ പറ്റാത്തത്ര മ്ലേച്ഛതകൾ വരെ അനുകൂലമാക്കി എടുക്കാൻ ആളുകൾ ഇത്തരം വാദങ്ങളെ പിന്നെ ഉപയോഗിക്കാറുണ്ട്. അതിനെ അനുകൂലമാക്കി എടുക്കുന്നവരുമുണ്ട്. നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ പിന്നെ ഇൻസെസ്റ്റ്, അഗമ്യഗമനം വരെ, അഥവാ ഏറ്റവും അടുത്ത ബന്ധുക്കൾ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ലൈംഗിക വീഴ്ച വരെ കുഴപ്പമില്ല എന്ന് മലയാളത്തിൽ കോഴിക്കോട് പ്രസംഗിക്കുന്ന ആളുകൾ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. പ്രശ്നമില്ല, കാരണം എന്താ? പരസ്പര സമ്മതമുണ്ട്. അവർക്കിടയിൽ തന്നെ അത് ഇപ്പോൾ അംഗീകരിക്കാൻ കഴിയുന്നില്ല. പക്ഷേ തിരിച്ചു ചോദിക്കുകയാണ്, പരസ്പര സമ്മതമുണ്ട് എന്ന് വിചാരിക്കുക, ബാക്കിയുള്ളവർക്ക് ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല, ഒരു ഉപദ്രവവും ആളുകൾക്ക് ആർക്കും വരുത്തുന്നില്ല, പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് അവരോട് തിരിച്ചു ചോദിച്ചാൽ
അവർ ഉത്തരം മുട്ടിപ്പോകും. എന്നാലും അതൊരു മോശമല്ലേ എന്നവർ പറയും. അതവരുടെ മനസ്സിലൊരു മനുഷ്യത്വം എന്ന് പറയുന്ന മതം ഈ ലോകത്ത്, ദീൻ ഈ ലോകത്ത് മനുഷ്യന് പകർന്നു നൽകിയൊരു ബോധമാണ്. അതിൻ്റെ ഒരു ചെറിയൊരു അംശമെങ്കിലും സമൂഹത്തിൽ മൊത്തമുള്ളത് കൊണ്ടാണ് അവർക്കത് സ്വയം ഒരു മോശമായിട്ട് തോന്നുന്നത്. അല്ലാതെ അവരുടെ തന്നെ അടിസ്ഥാനം സ്വീകരിച്ചാണ് അവർ പറഞ്ഞിരുന്നതെങ്കിൽ ഒരു പ്രശ്നമില്ല. ഒരാൾ പറയാണ് ഏത് പ്രായക്കാരി ഏത് മൃഗവുമായിട്ട് എന്ത് ചെയ്യാം, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം, എന്തും ചെയ്യാം ഈ ലോകത്ത്, ബാക്കിയുള്ളവർക്കൊരു പ്രശ്നമുണ്ടാകാതെ നോക്കിയാൽ മതി, പരസ്പരം ഇതിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് ഒരു സമ്മതമുണ്ടായാൽ മതി എന്ന് നമുക്ക് പറയേണ്ടി വരും. മാത്രമല്ല ഇതിൽ പലതും മനുഷ്യന് നേരിട്ടുണ്ടാകുന്ന പല പ്രശ്നങ്ങളെയുമാണ് ഇവർ പ്രശ്നങ്ങളായി മാത്രം കാണുന്നത്. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതായത് ഒരു ആളുകൾക്കാർക്ക് ഉപദ്രവമൊന്നും ഉണ്ടാകുന്നില്ല, അത് അല്ലാത്തതൊക്കെ നന്മയാണ്, നമുക്ക് ചെയ്യാമെന്ന് പറയുമ്പോൾ ഈ കാണുന്ന ഉപദ്രവം നേർക്കുനേരുണ്ടാകുന്ന ഉപദ്രവമാണ്. അല്ലാതെ ഇൻഡയറക്റ്റായി ഉണ്ടാകുന്ന ഒരുപാട് ഉപദ്രവങ്ങളുണ്ട്. ഇസ്ലാം ദീൻ ഒരു നിയമം പറയുമ്പോൾ അതിന് പിന്നിലുള്ള യുക്തി എന്താണെന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ആ താരതമ്യം എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചിന്തിക്കുമ്പോൾ ഉദാഹരണത്തിന് ഒരാൾ പറയുന്നു, ഞാൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു, ഞാൻ ഡ്രഗ്സ് ഉപയോഗിക്കുന്നു, അതിന് എന്താണ് പ്രശ്നം? എൻ്റെ പൈസ, മറ്റുള്ളവർക്ക് ആർക്കും ഞാനൊരു ഉപദ്രവം ഉണ്ടാക്കുന്നില്ല. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ വെള്ളമടിച്ചാൽ വയറ്റിൽ കിടക്കണമെന്ന് പറയുന്ന പോലെ ഒരാൾ അങ്ങനെ തീരുമാനിക്കണം, വേറെ ഒരു പ്രശ്നം അയാൾ ഉണ്ടാക്കുന്നില്ല. അയാൾ സ്വയം അയാളുടെ പൈസ ഉപയോഗിച്ച് പിന്നെ മദ്യം വാങ്ങുന്നു, പിന്നെ അയാൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു, വേറെ അയാൾ ഉപദ്രവിക്കുന്നില്ല, അയാൾക്ക് പ്രശ്നം. എൻ്റെ ജീവിതം എന്താണ് പ്രശ്നം? അപ്പോൾ ഈ ഒരു ഭൗതികവാദിയുടെ അല്ലെങ്കിൽ ഈ മൂല്യങ്ങളായി അംഗീകരിക്കാത്ത, അടിസ്ഥാനമായി സ്വീകരിക്കാൻ മടിച്ചൊരാളെ സംബന്ധിച്ചാൽ പ്രശ്നമില്ല. പക്ഷേ ഇതുകൊണ്ട് ഇൻഡയറക്റ്റായിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. അത് ഇന്ന് സമൂഹത്തിൽ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് അതിൻ്റേതായ ഒരുപാട് ദൂഷ്യഫലങ്ങൾ സമൂഹം അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി. അങ്ങനെ സ്വയം അയാൾക്ക് മാത്രം വേറെ ആൾക്കൊരു ഉപദ്രവമില്ല എന്ന് പറഞ്ഞ് മയക്കണം, അത് പറ്റില്ല. അതിന് പ്രശ്നങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുക. അതൊരു സമൂഹത്തെ മുച്ചൂടും നശിപ്പിക്കുന്ന പ്രശ്നമായി മാറുന്നത് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വെളിപ്പെടുമ്പോഴാണ്. അപ്പോൾ ദൈവികമായ മതത്തിൻ്റെ പ്രത്യേകത, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, ഇതൊക്കെ അറിയുന്ന യുക്തിമാനായ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്നതും വരാനിരിക്കുന്നതും ഇതിൻ്റെ ഒക്കെ യുക്തികളും കാര്യങ്ങളും അറിയുന്ന അള്ളാഹു ഒരു നിയമം പറയുമ്പോൾ ഇതൊക്കെ പരിഗണിക്കപ്പെട്ട് അതിനുള്ളിലുണ്ടാകും. അവിടെയാണ് യഥാർത്ഥത്തിലുള്ള ദീനിൻ്റെ പ്രസക്തി. നമ്മൾ സംസാരിക്കുന്ന ഇസ്ലാമിൻ്റെ പ്രസക്തി, ശരിയായ യഥാർത്ഥ ദീനിൻ്റെ പ്രസക്തി അവിടെയാണ്. ലോകത്ത് ശരിയായ ദീനല്ലാതെ മറ്റ് ഏത് ആശയങ്ങൾ മനുഷ്യന്മാർ കൊണ്ടുവരാൻ ശ്രമിച്ചുവോ അവിടെയൊക്കെ ഒരുപാട് അബദ്ധങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നമ്മുടെ ഈ ഒരു സമൂഹം ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് നമ്മൾ കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്ന ഒരുപാട് ആശയങ്ങൾക്ക് പിറവിയെടുക്കാനുള്ള കാരണം ഒരു 2 നൂറ്റാണ്ട് കൊണ്ടുണ്ടായ മനുഷ്യൻ്റെ വളർച്ചയുടെ രംഗത്തുണ്ടായ ഒരുപാട് മാറ്റങ്ങളാണ്. യൂറോപ്പിലുണ്ടായ മാറ്റങ്ങൾ. യൂറോപ്പിൽ ക്രിസ്തു മതം അത് പൗരോഹിത്യം എന്ന നിലയിൽ അങ്ങേയറ്റം ചൂഷണങ്ങളാവുകയും ചൂഷണങ്ങൾ കൊണ്ട് നിറയുകയും ജനങ്ങൾക്ക് മതം എന്നത്, പൗരോഹിത്യത്തെ കണ്ട് മതം എന്നതിനോട് തന്നെ പൂർണ്ണമായും വെറുപ്പ് തോന്നുകയും അവസാനം അതിനെ തകർത്തുകൊണ്ട് രാഷ്ട്രീയമായും ഒക്കെ അതിനു മുകളിൽ അധികാരം സ്ഥാപിച്ച് ലിബറലിസം വരികയും ഒക്കെ ചെയ്തു. അതേസമയം യന്ത്രങ്ങൾ, ഒരു വ്യാവസായിക വിപ്ലവം, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞു പോയി 19-ാം നൂറ്റാണ്ടിൽ. മനുഷ്യന്മാരുടെ സഹായം, മനുഷ്യന്മാരുടെ അധ്വാനം കുറച്ചുകൊണ്ട് യന്ത്രങ്ങൾ മനുഷ്യന്മാർ നിർമ്മിച്ച ഒരു സോഫ്റ്റ്വെയർ കൊടുത്താൽ അല്ലെങ്കിൽ എന്താണോ ഒരു ഫോർമുല അതനുസരിച്ചാൽ പ്രവർത്തിക്കുന്ന ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കുന്ന യന്ത്രങ്ങൾ വന്നതോടുകൂടി മനുഷ്യൻ്റെ ആവശ്യം, അത് മനുഷ്യന് ഒരാൾക്ക് സാധ്യമാകുന്ന ഒരു 10, 100, 1000 ആളുകൾക്ക് സാധ്യമാകുന്ന ഒരൊറ്റ മെഷീനെ കൊണ്ട് കഴിയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പല മാറ്റങ്ങൾ മനുഷ്യനുണ്ടായപ്പോൾ മനുഷ്യൻ്റെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഹ്യൂമനിസം, മാനവികവാദം എന്നുള്ളൊരു സംഗതി ഉടലെടുത്തു. മനുഷ്യനാണ് എല്ലാത്തിൻ്റെയും ബേസ്. അതിൽ തന്നെ മനുഷ്യനെ തന്നെ നിർവചിക്കാൻ തുടങ്ങി. മനുഷ്യൻ ആരാണ്, മനുഷ്യൻ എന്താണ്? അപ്പോൾ മതത്തിൻ്റെ ആവശ്യകതകളൊന്നുമില്ല, നിയമങ്ങളുടെ ആവശ്യകതകളൊന്നുമില്ല. മനുഷ്യനെ തന്നെ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പുരോഹിതന്മാരുടെ ആവശ്യമില്ല. അത് ക്രിസ്തുമത പൗരോഹിത്യം അങ്ങനെ ഉണ്ടായതുകൊണ്ട് അത് കുറേ അന്ന് യൂറോപ്പിൽ മതത്തോട് അത്രയേറെ ആളുകൾക്ക് പ്രതിപത്തി കുറഞ്ഞു. മതത്തിനെതിരായി ആളുകൾ ചിന്തിക്കാൻ തുടങ്ങി. നിരീശ്വരവാദം മുതലെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് അന്ന് യൂറോപ്പിലുണ്ടായിരുന്ന ആ ഒരു സാഹചര്യം തന്നെയാണ്. മനുഷ്യൻ ചിന്തിക്കുന്നു, മനുഷ്യന് സ്വയം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇനി മനുഷ്യനെ നിയന്ത്രിക്കാൻ, മനുഷ്യന് കാര്യങ്ങൾ കൂടുതൽ നന്നായി ചെയ്യാൻ, മനുഷ്യനെ നല്ല മനുഷ്യനാക്കാൻ മതങ്ങളുടെയും മൂല്യങ്ങളുടെയും ഒന്നും ആവശ്യമില്ല. അത് സ്വയം അവൻ തന്നെ മതി. മനുഷ്യന് മെഷീനുകൾ വന്നു, കുറേ കാര്യങ്ങൾ അവന് തന്നെ സ്വയം ചെയ്യാൻ പറ്റും, കുറേ നിയമങ്ങൾ അവന് തന്നെ നിർമ്മിക്കാൻ പറ്റും. ലോകത്ത് പല രാഷ്ട്രങ്ങളും ഉടലെടുത്തു. ഭരണഘടനകളൊക്കെ മനുഷ്യന് തന്നെ സ്വയം നിർമ്മിക്കാൻ പറ്റും.
അപ്പോൾ മനുഷ്യന് മറ്റ് പിന്നെ ദൈവമോ അല്ലെങ്കിൽ മതമോ എന്നൊക്കെ പറയുന്ന ആശയങ്ങളുടെയും പിന്തുണയൊന്നും ആവശ്യമില്ല എന്ന് മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ മനുഷ്യനെ കേന്ദ്രീകരിച്ച് മനുഷ്യനിർമ്മിതമായ ആശയങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ അത് ആദ്യമൊക്കെ നല്ല രസമായിരുന്നു. കാരണം മനുഷ്യപ്പോൾ വിചാരിച്ചു അവരുടെ കയ്യിൽ പൂർണ്ണമായി കൺട്രോൾ കിട്ടി, നമ്മളെന്താണോ ഉദ്ദേശിക്കുന്നത് നടപ്പാക്കാൻ പറ്റും, നമ്മളെന്ത് ചിന്തിക്കുന്നു അത് വേറെ പ്രശ്നമൊന്നുമില്ല, നമ്മളെന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മളൊക്കെ കൂടിയിരുന്ന് എന്ത് ചെയ്യുന്നു, തീരുമാനിക്കുന്നു, നമ്മളെന്ത് പ്രശ്നം വന്നാലും ലോകത്തിലെ ഏറ്റവും ബുദ്ധിരാക്ഷസന്മാരായ നമ്മളെന്ത് ചെയ്യുന്നു, അതിനുള്ള പരിഹാരങ്ങൾ നമ്മൾ കണ്ടെത്തുന്നു എന്ന്. പക്ഷെ നമുക്കറിയാം മനുഷ്യനിർമ്മിതമായ നിയമങ്ങൾ ഉണ്ടാക്കിയ പ്രത്യാഘാതങ്ങൾ എത്രത്തോളമാണ്. ഇന്നും ഇത്രയധികം മനുഷ്യന് ഡേറ്റകൾ പ്രോസസ്സ് ചെയ്യാൻ, ചരിത്രം പഠിക്കാൻ, അതുപോലെ തന്നെ മുൻ അനുഭവങ്ങളിൽ നിന്ന് അവന് പാഠം ഉൾക്കൊള്ളാൻ എത്രയോ സൗകര്യങ്ങളുള്ള ഈ കാലത്ത് പോലും മനുഷ്യന്മാർ ചില സാഹചര്യങ്ങളിലെടുത്ത തീരുമാനങ്ങളുടെ പേരിൽ ഖേദിക്കുകയാണ്. സന്താന നിയന്ത്രണം, പിന്നെ ജനസംഖ്യ ആസൂത്രണം, ഇതിൻ്റെ പേരിൽ പിന്നെ ജനസംഖ്യ വർദ്ധിച്ചാൽ വിഭവങ്ങൾ കുറയും, ഭൂമിയിലെ പിന്നെ ഓരോ വിഭവങ്ങൾ കുറയും. അപ്പോൾ അത് മനുഷ്യന്മാരിങ്ങനെ ഒരുപാട് ഉണ്ടാകുന്നത് ജനപ്പെരുപ്പം, അത് ഭൂമിയുടെ നാശത്തിന് കാരണമാകും. എന്നാൽ മാൽത്തൂസിയൻ തിയറി അത് നൂറ്റാണ്ടുകളായി മനുഷ്യനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ നാളിച്ചൊക്കെ ഒരു 100 കൊല്ലം മുമ്പ് ഭൂമിയിലുണ്ടായിരുന്ന ആളുകളെക്കാൾ എത്രയോ ഇരട്ടി മനുഷ്യർ ഇന്ന് ലോകത്തുണ്ട്. 700 കോടിയിലധികം മനുഷ്യന്മാർ ഇന്ന് ലോകത്തുണ്ട്. മനുഷ്യർ ഈ ലോകത്തെ വിഭവങ്ങൾ കൂടുകയാണോ കുറയുകയാണോ ചെയ്തത് എന്നത് നമുക്ക് വെറുതെ ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതിൻ്റെ പേരിൽ ഒരു കാലത്ത് മനുഷ്യന്മാരൊക്കെ ഈ പ്രശ്നത്തിലായിരുന്നു, ആളുകളൊക്കെ പേടിയിലായിരുന്നു. മനുഷ്യന്മാർ കൂടിക്കഴിഞ്ഞാൽ ഒരു കുടുംബത്തിലോ ഒന്നിലധികം കുട്ടികൾ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലും എല്ലാ സ്ഥലത്തും കുടുംബാസൂത്രണം, പിന്നെ ജനപ്പെരുപ്പം കുറയ്ക്കുക. ചൈന അതിൻ്റെ പേരിൽ പോളിസികൾ ഉണ്ടാക്കി. അവർ 1979 അവർ ഒറ്റക്കുട്ടി നയം കൊണ്ടുവന്നു. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ മനസ്സിലായി വന്നു. 2025 2 കുട്ടികളാക്കി. 2021 3 വർഷം മുമ്പ് 3 കുട്ടികളെങ്കിലും ആക്കണം എന്നുള്ള നിയമം കൊണ്ടുവന്നു. പറ്റും എന്ന് വന്നു. അതുപോലെ തന്നെ ഒരുപാട് രാജ്യങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങി. തങ്ങളുടെ ജനസംഖ്യ കുറഞ്ഞാൽ എന്താണ് ഉണ്ടാവുക എന്നത് ആലോചിക്കാൻ തുടങ്ങി. മതമേലധ്യക്ഷന്മാരും അവിടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരും പോലും വന്ന് ഈ അടുത്ത് മീഡിയയുടെ മുമ്പിൽ കരഞ്ഞ് സംസാരിക്കുന്നത് ഒരുപക്ഷെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് കുട്ടികളുണ്ടാക്കൂ എന്നുള്ളതാണ് ഇപ്പോൾ അവരുടെ ആവശ്യം. ടോക്കിയോ നഗരത്തിൽ അതിനുവേണ്ടി പരീക്ഷണാടിസ്ഥാനത്തിൽ ജപ്പാൻ ടോക്കിയോയിൽ അവർ വീക്കെൻഡ് ലീവ് 3 ആക്കി. ഈ അടുത്ത് വാർത്ത വായിച്ചിട്ടുണ്ടാവും. അഥവാ ആഴ്ചയിൽ വീക്കെൻഡ് എന്ന് പറഞ്ഞാൽ 2 ആണല്ലോ, ശനി ഞായറുമാണല്ലോ പൊതുവെ എല്ലാ നാടുകളിലൊക്കെ ഉള്ളത്. അത് 3 ആക്കി, 3 ദിവസം. എന്തിന്? കാരണം ഇത് മാത്രമാണ് അവർ പറഞ്ഞത്, വേറൊന്നിനുമല്ല കാരണം. ജോലിയുടെ സ്ട്രെസ് അനുഭവിക്കുന്ന പുരുഷന്മാരും സ്ത്രീകൾ ഒരുമിച്ച് വീട്ടിൽ വേണം, കുറച്ചുകൂടി സ്വകാര്യ നിമിഷങ്ങൾ കിട്ടണം. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കൂടുതൽ കുട്ടികളുണ്ടാവണം. ഇതിനു വേണ്ടി അത് വ്യാപിപ്പിക്കാൻ അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ടെസ്റ്റ് ഡോസ് എന്ന നിലയിൽ അത് നടപ്പാക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ മനുഷ്യന്മാരുണ്ടാക്കുന്ന നിയമങ്ങളുടെ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അവൻ അനുഭവിച്ച് തുടങ്ങുമ്പോഴാണ് പരിമിതമായ മനുഷ്യൻ്റെ ബുദ്ധിയിൽ അതുണ്ടാക്കിയ പ്രത്യാഘാതങ്ങൾ എത്ര വലുതാണ് എന്നവർ മനസ്സിലാക്കാൻ കഴിയും. അതുമാത്രമല്ല, ഈ ആശയങ്ങൾ മനുഷ്യനെ ഉണ്ടാക്കി കൊടുത്തൊരു അവസ്ഥയുണ്ട്. ഇസ്ലാം, അള്ളാഹുവിൻ്റെ ശരിയായ ദീൻ, മനുഷ്യനെ സൃഷ്ടിച്ച സ്രഷ്ടാവിൻ്റെ മതം മനുഷ്യന് കൊടുത്തൊരു ആദരവും ബഹുമാനവുമുണ്ട്. എന്നാൽ ഈ ആശയങ്ങൾ, മനുഷ്യനിർമ്മിത ആശയങ്ങൾ വന്നപ്പോൾ മനുഷ്യനുണ്ടായ പ്രശ്നം, മനുഷ്യൻ്റെ വിലയും മനുഷ്യൻ്റെ മൂല്യവും മനുഷ്യൻ കളഞ്ഞു കുളിച്ചു എന്നതാണ്. മനുഷ്യന്മാർക്ക് വേണ്ടി ഉണ്ടാക്കിയ ആശയങ്ങളുടെ പ്രശ്നം, അവൻ്റെ വിലയും അവൻ്റെ ശ്രേഷ്ഠതയും അവൻ കളഞ്ഞു കുളിച്ചു എന്നതാണ്. ദൈവികമായൊരു മതം, അള്ളാഹുവിൻ്റെ മതം, മനുഷ്യരെ സൃഷ്ടിച്ച സ്രഷ്ടാവിൻ്റെ മതം, അത് മനുഷ്യന് നൽകുന്നൊരു ആദരവുണ്ട്. വിശുദ്ധ ഖുർആൻ പറയും, വലഖദ് കറംനാ ബനി ആദം, ആദമിൻ്റെ സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹരി വറസഖ്നാഹും മിനത് ത്വയ്യിബാതി വഫദ്ദൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖനാ തഫ്ദീല. മനുഷ്യന് ഒരുപാട് സൗകര്യങ്ങൾ കൊടുത്തു. കരയിലും കടലിലും യാത്ര ചെയ്യാനുള്ള സൗകര്യം മനുഷ്യന് അള്ളാഹു കൊടുത്തു. അവൻ ഏറ്റവും വിശിഷ്ടമായ ഉപജീവനം അള്ളാഹു കൊടുത്തു. അള്ളാഹുവിൻ്റെ നാം സൃഷ്ടിച്ച മറ്റൊരുപാട് സൃഷ്ടികളിൽ നിന്ന് അവന് നാം ശ്രേഷ്ഠത നൽകി. എന്നാൽ ഈ ശരിയായ ദീനല്ലാതെ മറ്റേത് ആശയം വെച്ച് പുലർത്തുന്ന ആളുകളാണോ അവിടെ മനുഷ്യനെ കേന്ദ്രീകരിച്ചുണ്ടാക്കിയ ആശയങ്ങളാകട്ടെ, നമ്മളൊന്ന് നോക്കിയാൽ മതി. എന്താണ് മനുഷ്യന് അവർ നൽകുന്ന വില? മതം പ്രവർത്തിക്കാത്തിടത്ത്, ദീൻ പ്രവർത്തിക്കാത്തിടത്ത് മനുഷ്യനിർമ്മിത ആശയങ്ങൾ ഏറ്റുമുട്ടിയപ്പോൾ, യുദ്ധങ്ങളുണ്ടായപ്പോൾ മനുഷ്യന് കൊടുത്ത വില എന്താണ്? ശരിയായ ദീൻ പിന്തുടരാത്ത ഏതൊക്കെ ആശയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അവ തമ്മിൽ എവിടെയൊക്കെ ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏറ്റുമുട്ടലുകളൊന്നും ഉണ്ടാവണ്ട, അല്ലെങ്കിൽ തന്നെ മനുഷ്യന് കൊടുക്കുന്ന വില എന്താണ്? ഇന്നും
പിന്നെ മതം വേണ്ട എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ മനുഷ്യന് കൊടുക്കുന്ന വില നമുക്കറിയാം. മനുഷ്യനെ ചുരുക്കത്തിൽ പറഞ്ഞ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ തിന്നുകയും വിസർജിക്കുകയും ചെയ്യുന്ന ഒരു ഇരുകാലി മൃഗം എന്നതിനപ്പുറത്ത് മനുഷ്യനെ ആരും നോക്കി കാണാറില്ല. തിന്നുകയും വിസർജിക്കുകയും ചെയ്യുന്ന ഒരു ഇരുകാലി മൃഗം, രണ്ടു കാലിൽ നടക്കുന്ന ഒരു മൃഗം. അതിനപ്പുറത്ത് മനുഷ്യനെ മനുഷ്യനാക്കുന്നത് എന്തോ അതൊക്കെയും നഷ്ടപ്പെടുത്തുന്ന ആശയങ്ങളാണ് ആളുകൾക്ക് ഇന്ന് ഏറ്റവും പ്രിയമായിട്ടുള്ളത്. ഒരു ഭൗതികവാദിയുടെ കാഴ്ചപ്പാടിൽ മനുഷ്യൻ പിന്നെ വേറെന്താണ്? അവൻ ചിന്തിക്കുന്ന എല്ലാം ഭൗതികമാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ കുറേ രാസപദാർത്ഥങ്ങൾ ഒക്കെ ചേർന്ന ഒരു പിന്നെ ഈ ലോകത്ത് ഈ പ്രപഞ്ചത്തിലെ അനേകായിരം കോടിക്കണക്കിന് വരുന്ന ജീവജാലങ്ങളിൽ ഒരു ജീവി മാത്രമാണ് മനുഷ്യൻ. കുറേ രാസപദാർത്ഥങ്ങളുടെ ഒരു കൂമ്പാരം. അതിൽ മനുഷ്യൻ്റെ ചിന്തകൾ, മനുഷ്യൻ്റെ വികാരങ്ങൾ, അവയെ എങ്ങനെ വിനിയോഗിക്കണം, അവൻ്റെ മാനസികമായ വ്യാപാരങ്ങൾ എന്തൊക്കെയാണ്, അവൻ്റെ ആന്തരികമായ അവൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവൻ്റെ ഇമോഷണലായ അവൻ്റെ ഇൻ്റലിജൻസ് എങ്ങനെയാണ് മനുഷ്യൻ നിലക്ക് നിർത്തേണ്ടത്, അവനെ ഉപയോഗിക്കേണ്ടത്, ഒന്നും അവിടെ ചർച്ചയ്ക്ക് വരുന്നില്ല. അതുകൊണ്ടാണ് ചില നിരീശ്വരവാദികളോട് ഇങ്ങനെ പറഞ്ഞ് അവരവിടെ എത്തിയെന്ന് ചോദിച്ചാൽ ചില ചർച്ചകളിലൊക്കെ ചോദിച്ചു, മനുഷ്യൻ അവരുടെ കണക്കിലൊരു ഭൗതിക ജീവിയാണല്ലോ, ഒരാൾ കൊലപാതകം നടത്തുന്നത് തെറ്റാണോ? അത് തെറ്റാണ്. അപ്പോൾ അടുത്ത ചോദ്യം, നിങ്ങൾ മനുഷ്യനെ കാണുന്നത് എങ്ങനെയാണ്? മനുഷ്യൻ കാണുന്നത് മനുഷ്യനൊരു രാസപദാർത്ഥങ്ങളുടെ ഒരു കൂമ്പാരം, അത്രയേ ഉള്ളൂ മനുഷ്യൻ. അതായത് മനുഷ്യനൊരു കാര്യം ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞു, മനുഷ്യൻ്റെ തലച്ചോറിൽ എന്ത് ചെയ്യും, ന്യൂറോൺസ്, മനുഷ്യൻ്റെ തലച്ചോറിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പ്രക്രിയകളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണല്ലോ മനുഷ്യൻ തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ മനുഷ്യൻ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച മനുഷ്യൻ്റെ തലച്ചോറിനുള്ളിൽ നടക്കുന്ന രാസപ്രക്രിയകളുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യനൊരു കാര്യം പ്രവർത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യനൊരു കാര്യം പ്രവർത്തിച്ചാൽ അതിൻ്റെ കാര്യത്തിൽ അവനെങ്ങനെ കുറ്റം പറയാൻ പറ്റും? അവന് പ്രത്യേകിച്ച് അതിൽ റോളൊന്നുമില്ലല്ലോ. അവനൊരു മെഷീനാണ്. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ അവനൊരു ഭൗതികമായൊരു മെഷീനാണ്, ഒരു ജീവിയാണ്. അവനുള്ളിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ നടക്കുന്നു, കുറേ പിന്നെ പ്രക്രിയകൾ അവൻ്റെ തലച്ചോറിനുണ്ടാകുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരൊരു തീരുമാനം എടുക്കുന്ന ഒരു കാര്യം ചെയ്യും. പിന്നെ എങ്ങനെ അവനെ കുറ്റപ്പെടുത്താൻ പറ്റും? അത് ഭൗതികവാദികൾ ഉത്തരം മുട്ടിപ്പോകുന്ന ഒരു ചോദ്യമാണ്. ഇങ്ങനെ എത്രയോ വൈരുദ്ധ്യങ്ങൾ മനുഷ്യനെ എന്തായി കാരണം എന്ന് മനുഷ്യനെ സൃഷ്ടിച്ച സ്രഷ്ടാവ് പറഞ്ഞപ്പോൾ അത് കേൾക്കാതിരുന്ന, അത് പിന്നെ അസംബന്ധമാണ് എന്ന് വിധി എഴുതിയ ആളുകൾ ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ മനുഷ്യന്മാർ തന്നെ കൊണ്ടുവന്നത് എന്തിനാണ് ഇവരിതൊക്കെ കൊണ്ടുവന്നത്? മതങ്ങളൊന്നും വേണ്ട, നമുക്ക് തന്നെ കുറേ ആശയങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, നമുക്ക് തന്നെ പിന്നെ നല്ലൊരു മനുഷ്യനെ ജീവിക്കാൻ പറ്റും, മതമൊന്നും ഇല്ലെങ്കിലും പ്രശ്നമില്ല. ഇവരിതൊക്കെ കൊണ്ടുവന്നത് എന്തിനാണ്? മനുഷ്യന്മാർ പുരോഗമിക്കണം എന്ന ഉദ്ദേശത്തിലാണല്ലോ. സമൂഹം പുരോഗമിക്കണം, മനുഷ്യന്മാർ പുരോഗമിക്കണം, മനുഷ്യൻ നല്ലൊരു ജീവിയാകണം, മനുഷ്യൻ കൂടുതൽ അഡ്വാൻസ്ഡ് ആവണം, ഒരുപാട് അറിവുകൾ നേടണം. ഇതൊക്കെയാണല്ലോ ആത്യന്തികമായി അവരും ന്യായമായി പറയാറുള്ളത്. ഇനി നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. മനുഷ്യന്മാരുടെ മനുഷ്യനിർമ്മിതമായ ആശയങ്ങൾ കൊണ്ട് എന്ത് പുരോഗതിയാണ് നേടിയിട്ടുള്ളത്? ഭൗതിക പുരോഗതി അല്ല ഉദ്ദേശിച്ചത്. പലപ്പോഴും പുരോഗതി എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മുടെ മനസ്സിൽ വരുന്നത് ഭൗതികമായ പുരോഗതിയാണ്. മനുഷ്യൻ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുക, പുതിയ ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്യുക, മനുഷ്യൻ്റെ അധ്വാനം, അവൻ്റെ എഫർട്ട് കുറയ്ക്കാൻ ആവശ്യമായ പുതിയ പിന്നെ ഓട്ടോമേഷൻ മെഷീനുകൾ, ഈ വക സംഗതികളൊക്കെ കണ്ടെത്തുക, ഇതിനെയാണ് മനുഷ്യൻ പുരോഗതിയായി എന്നത്. പക്ഷേ നമ്മളൊന്ന് ആലോചിക്കും, മനുഷ്യൻ യഥാർത്ഥത്തിൽ അവന് ഏത് മേഖലയിലാണ് പുരോഗതി ഉണ്ടാകേണ്ടിയിരുന്നത്? മനുഷ്യൻ്റെ മതബോധവും ധാർമ്മിക ബോധവും നൽകുന്ന പുരോഗതിയാണോ മനുഷ്യൻ ഈ ഭൗതിക പുരോഗതി ഉണ്ടായപ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കുന്നു? അല്ല. പലപ്പോഴും നമ്മൾ കാണുന്നത് ഭൗതികമായി അല്ലെങ്കിൽ ഭൗതിക വിജ്ഞാനീയങ്ങളിൽ വളരെ ബുദ്ധിരാക്ഷസന്മാരായ ആളുകൾ അവരുടെ മൂല്യങ്ങളുടെ വിഷയത്തിൽ, വ്യക്തി ജീവിതത്തിൽ, ചിലപ്പോഴൊക്കെ കുടുംബ ജീവിതത്തിലൊക്കെ അമ്പയെ പരാജയപ്പെട്ട ആളുകളെ നമുക്ക് എമ്പാടും സമൂഹത്തിൽ കാണാം. മനുഷ്യൻ ഭൗതികമായി എത്ര പുരോഗമിച്ചിട്ടും മനുഷ്യൻ ആറ്റം ബോംബ് ഉണ്ടാക്കി. ന്യൂക്ലിയർ ഫിസിക്സും അതുപോലെ തന്നെ ആ മേഖലയിലുള്ള പഠനങ്ങളും ഒക്കെ വളരെ വളർന്ന് വികസിച്ചു. മനുഷ്യൻ ആറ്റം ബോംബ് എന്ന് പറയുന്ന എനർജിയെ, ആറ്റമിനെ വിഘടിപ്പിക്കാനോ അതിൻ്റെ എനർജിയെ ഉപയോഗിക്കാനോ ഒക്കെ കഴിയുന്ന വലിയ കണ്ടുപിടുത്തങ്ങൾ മനുഷ്യൻ നടത്തി. പക്ഷേ അതേ ആറ്റം ബോംബ് നിരപരാധികളായ ആളുകളുടെ നേർക്ക് പ്രയോഗിക്കരുത് എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ മനുഷ്യൻ്റെ ആ പുരോഗതിക്ക് കഴിഞ്ഞില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാന പ്രശ്നം. മനുഷ്യനിർമ്മിത ആശയങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മനുഷ്യനെ അതൊരിക്കലും പുരോഗതിയിലേക്ക് നയിക്കില്ല എന്നാണ്. ഒരുപക്ഷെ ഭൗതികമായ പുരോഗതിയിലേക്ക് നയിക്കും. കൂടുതൽ നല്ല നല്ല വാഹനങ്ങൾ നമുക്ക് ലഭ്യമാകും, നല്ല നല്ല ടെക്നോളജികൾ ഉണ്ടാകും. മനുഷ്യന് അതുകൊണ്ട് എന്താണ് ഉപകാരം?
മനുഷ്യരെന്ന നിലക്ക് ആന്തരികമായി ഞാൻ എന്ന നിലക്ക് ഞാൻ എന്താണ് പുരോഗമിച്ചത്, ഞാൻ ഇന്നലത്തേക്കാൾ കൂടുതൽ നല്ല മനുഷ്യനായി എന്നൊരു ചോദ്യം അവിടെയുണ്ട്. എങ്ങനെയാണ് അതിനുള്ള ഉത്തരം നൽകുക എന്നത് ഈ പറഞ്ഞ ഏത് ആശയങ്ങൾ കൊണ്ടുവരുന്ന ആളുകളുടെയും മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. മനുഷ്യൻ്റെ ബേസിക് സ്വഭാവങ്ങളെപ്പോലും അത് നിരാകരിക്കുന്നു എന്നതാണ്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ സോഷ്യൽ മീഡിയയിൽ ആളുകൾ പറഞ്ഞത് മനുഷ്യന് ലജ്ജ വേണ്ട. ലജ്ജ എന്ന ഗുണം അത് മനുഷ്യന് ആവശ്യമുള്ളൊരു ഗുണമൊന്നുമല്ല. നന്ദി എന്ന ഗുണം അത് വേണ്ട എന്നൊക്കെ സമൂഹത്തിൽ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറയുന്ന ആളുകളെ കാണാം. അച്ഛൻ അമ്മ എന്ന്, പിന്നെ വാപ്പ ഉമ്മ, ഫാദർ മദർ എന്ന് മാതാപിതാക്കളെ വിളിക്കണോ വേണ്ടയോ എന്ന ചർച്ചയുണ്ട്. അതെന്തുകൊണ്ടാണ്? അതായത് നമ്മുടെ ഉമ്മമാരെ ഫാദർ അല്ലെങ്കിൽ മദർ, ഡാഡ്, മോം എന്നൊക്കെ വിളിച്ചാൽ ഈ വാക്കുകളിലൊക്കെ മാതാപിതാക്കളെ അഭിസംബോധന ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ വാക്കിലും എന്തുണ്ട്? ഒരു കടപ്പാടിൻ്റെതായ ഒരു സൂചനയുണ്ട്, ഒരു ബഹുമാനത്തിൻ്റെതായ. നമ്മൾ ഉപ്പ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അയാൾ പറയേണ്ടത് നമ്മൾ അനുസരിക്കേണ്ട ഒരാളാണ്, നമ്മൾ ബഹുമാനിക്കേണ്ട ഒരാളാണെന്നുള്ള സൂചന ആ വാചകത്തിൽ തന്നെ ഉണ്ട്. ഉമ്മ എന്ന് പറയുമ്പോൾ നമ്മൾ ആ വ്യക്തി പറയുന്നതൊക്കെ നമ്മൾ അനുസരിക്കണം, അങ്ങോട്ട് നന്ദി ചെയ്യണം, ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ ചർച്ച ഇവരെന്ത് വിളിക്കാം? ആധുനിക ചർച്ചയാണ്. അപ്പോൾ ഇങ്ങനെ കടപ്പാടുകളുടെ ഒരു ഭാരം പേറുന്ന വാക്കുകൾ നമുക്ക് വേണ്ട. നമുക്ക് വേണമെങ്കിൽ ബെർത്തിങ് പീപ്പിൾ എന്ന് വിളിക്കാം. മനുഷ്യനെ പ്രസവിക്കുന്ന ഉപകരണങ്ങൾ, അല്ലെങ്കിൽ മനുഷ്യനെ ജനിപ്പിക്കുന്ന കുറേ വ്യക്തികൾ, ആളുകൾ എന്ന് നമുക്ക് വിളിക്കാം എന്ന് മനുഷ്യന്മാർ ചർച്ച ചെയ്യുന്നതിന് പിന്നിലുള്ള കാരണം മനുഷ്യനെ മനുഷ്യനാക്കുന്ന എന്തൊക്കെയുണ്ടോ ഏറ്റവും ബേസിക് ക്വാളിറ്റികൾ, അടിസ്ഥാന ഗുണങ്ങൾ പോലും അവനിൽ നിന്ന് ഇല്ലാതാക്കുക എന്നതാണ് ഈ ആശയങ്ങൾ ലോകത്ത് വന്നാലുണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. ലജ്ജ വേണ്ട, നാണം വേണ്ട, മനുഷ്യന് മനുഷ്യത്വം വേണ്ട, വിനയം വേണ്ട, ആളുകളോട് കരുണ കാണിക്കേണ്ട ആവശ്യമില്ല. എന്തിനാണ് സത്യം പറയുന്നത്? എന്തിനാണുള്ള സത്യം പറയുന്നതുകൊണ്ട് എന്താണ് ഗുണം എന്നുള്ള ഈ ഒരു കാഴ്ചപ്പാടുകൾ ചോദിച്ചാൽ മറുപടിയില്ല. ഞാൻ എന്തിന് കള്ളം പറയാതിരിക്കണം? വഴിയിലൂടെ നടന്നു പോകുമ്പോൾ എൻ്റെ പേഴ്സ് കണ്ടു, പൈസയുണ്ട്, ഞാൻ എന്തിനത് എടുക്കാതിരിക്കണം എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമില്ല. എനിക്കത് ഗുണമല്ലേ, അതിൽ പൈസ എനിക്ക് കിട്ടി, എനിക്ക് നല്ല സന്തോഷമാണ്, എനിക്കെന്താ പ്രശ്നം? വേറെ CCTV കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അതിനെ ആരും പിടിക്കാനും പോകുന്നില്ല. സത്യം, കള്ളം, നല്ലത്, ചീത്തത്, പിന്നെ വിശ്വസ്തത, വഞ്ചന, ഇതിലൊരു സ്ഥാനവും ഇല്ല എന്നത് മനുഷ്യനിർമ്മിതമായ ഇത്തരം ആശയങ്ങളുടെ ഏറ്റവും വലിയ പരാജയം നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്ന കാരണങ്ങളിലൊന്നാണ്. മറ്റൊന്ന്, മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചും മനുഷ്യന് ശരിയായി ബോധം നൽകാൻ ഇതിനൊന്നും കഴിയില്ല എന്നതാണ്. അത് യഥാർത്ഥ ദീനിന് മാത്രമേ കഴിയൂ. മനുഷ്യൻ ആരാണ്, മനുഷ്യൻ എന്താണ്, മനുഷ്യൻ എവിടെ നിന്നാണ് വരുന്നത്, എങ്ങോട്ടാണ് പോകുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായി പറയാൻ ശരിയായ ദീനിന് മാത്രമേ കഴിയുള്ളൂ. അല്ലാത്തൊരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ജനിക്കുന്നു, മരിക്കുന്നു, അതിനിടയിൽ ജീവിക്കുന്നു. അപ്പോൾ എങ്ങനെ ജീവിക്കണം അതൊന്നും വിഷയമല്ല, എങ്ങനെയും ജീവിക്കാം. മാക്സിമം ഈ ജീവിതമൊക്കെ ആസ്വദിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അവിടെ വേണ്ടത്. എന്തും ചെയ്യാം. മനുഷ്യന് വികാരങ്ങളുണ്ടാവും. അപ്പം അങ്ങനെ ആൾ ചിന്തിക്കും, മനുഷ്യനാണ്, മനുഷ്യ സഹജമാണ് വികാരങ്ങൾ. ആ വികാരങ്ങൾ ശമിപ്പിക്കാൻ എന്തും മനുഷ്യന് ചെയ്യാം. അവിടെ സ്വന്തം ബന്ധങ്ങളില്ല, അവിടെ പിന്നെ വിധി വിലക്കുകൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അവിടെ അരുതുകളും അതിരുകളും പിന്നെ ചിട്ടവട്ടങ്ങളും പിന്നെ കുറേ ചങ്ങലക്കെട്ടുകളും ഒന്നും ആർക്കും പറഞ്ഞു തരാൻ കഴിയില്ല. മനുഷ്യൻ എങ്ങോട്ട് പോകണം അറിയില്ല. അപ്പോൾ മനുഷ്യന് ലക്ഷ്യബോധം നൽകുന്നത് മനുഷ്യനെ എവിടെ നിന്ന് വരുന്നു, ഞാൻ എന്തിനാണ് ഇവിടെ വന്നത്, ഇനി എങ്ങോട്ടാണ് പോകാനുള്ളത്, ഞാൻ ആരാണ്, ഞാൻ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ബോധം ശരിയായി പറഞ്ഞു തരാൻ ശരിയായ ദീനിന് മാത്രമാണ് കഴിയുക. അത് ഈ ലോകത്തായാലും പരലോകത്തായാലും എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാട് അത് കുറച്ചുകൂടി വിശദീകരിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. ഓരോ രംഗത്തും എന്ത് ചെയ്യണമെന്നുള്ള കാഴ്ചപ്പാട് നൽകാൻ ലോകത്ത് മനുഷ്യന് എത്ര പുരോഗമിച്ചാലും കഴിയില്ല. ലോകത്തിലെ എല്ലാ ബുദ്ധിമാന്മാരും കൂടെ ചേർന്നൊരു സമിതി ഉണ്ടാക്കിയാലും മനുഷ്യൻ ഓരോ രംഗത്തും എന്ത് ചെയ്യണമെന്ന് പറയാൻ ഒരാൾക്കും കഴിയില്ല. ഇവിടെ കുറേ നമുക്ക് പ്രായോഗികമായി മനസ്സിലാക്കാൻ കഴിയുന്ന കുറേ ഉദാഹരണങ്ങളുണ്ട്. ഇന്ന് ലോകം പറയുന്നത് മനുഷ്യന്മാർ ഇങ്ങനെ ജീവിച്ചാൽ മതി എന്നാണ്. അഥവാ മനുഷ്യന്മാർ പറയുന്നത് പോലെ നമ്മളൊക്കെ ഇങ്ങനെ വിചാരിക്കുന്ന പോലെ എങ്ങനെയൊക്കെ ജീവിക്കുക, അങ്ങനെ ജീവിച്ചു പോവുക, മനുഷ്യന് പ്രത്യേകിച്ച് ലക്ഷ്യം കാര്യങ്ങളൊന്നുമില്ല. നമ്മളൊന്ന് ആലോചിച്ച് വെക്കുക, നമ്മൾ ഒരു ലക്ഷ്യബോധമില്ലാതെ നമ്മൾ ഏത് പ്രവൃത്തിയാണ് നമ്മൾ ചെയ്യുന്നത്? കുറച്ച് ഉദാഹരണങ്ങൾ പറയുമ്പോൾ നമുക്കത് കുറച്ചുകൂടി നല്ല രൂപത്തിൽ മനസ്സിലാവും. അതിൻ്റെ ഒരു വിഡ്ഢിത്തം അതിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ഭോഷ്ക്ക് നമുക്ക് കൃത്യമായി മനസ്സിലാക്കും. ഇപ്പോൾ നമ്മളിൽ ആരെങ്കിലും ഒരു ചോദ്യമാണ്, നമ്മൾ എങ്ങോട്ടെങ്കിലും യാത്ര പുറപ്പെടാൻ നിൽക്കുകയാണ്, ഒരു ബസ് ഇങ്ങനെ വരും, ആ ബസ്സിന് ബോർഡില്ല. നമ്മൾ ആൾക്കാരോട് ചോദിച്ചു ബസ് എങ്ങോട്ടാണ് പോകുന്നത്? ആ ബസ് എങ്ങോട്ടാണ് പോകുന്നത് ആർക്കും അറിയില്ല, പ്ലെയിൻ ബോർഡാണ്. നമ്മളാരെങ്കിലും കയറുമോ? നമ്മളാരും കയറില്ല.
രസത്തിന് പോലും നമ്മൾ കയറില്ല, നമ്മൾ പേടിക്കുകയാണ്. എങ്ങോട്ടാണ് പോകണമെന്ന് അറിയില്ല, ബോർഡുമില്ല, ഒന്നുമില്ല, ആരും ചോദിച്ചിരുന്നു പറയുന്നില്ല. എങ്ങോട്ടാണെന്ന് പോകുമെന്നറിയാത്തൊരു വാഹനത്തിൽ നമ്മളാരും കയറില്ല. ഇനി നമ്മളൊരു വാഹനത്തിൽ കയറിയോ, നമ്മളൊരു ബസ്സിൽ കയറിയിരുന്നു, ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ എന്തിനാണ് ബസ്സിൽ കയറിയത്? അപ്പോൾ ഇന്നത്തെ കുറേ ഇങ്ങനത്തെ ആശയങ്ങളുള്ള ആളുകൾ അവർ പറയുന്ന ഉത്തരം വേറെ ആയിരിക്കും. നമ്മൾ പറയുന്നത് എന്താണ്, നമ്മൾ ഇവിടുന്ന് മലപ്പുറത്തേക്ക് പോകാനാണ്, തിരുവനന്തപുരത്തേക്ക് പോകാനാണ്, കാസർഗോഡേക്ക് പോകാനാണ് നമ്മൾ ഈ വാഹനത്തിൽ കയറിയത്. വേറെ ചില ആളുകൾ പറയും, എനിക്കറിയില്ല, ഞാൻ ബസ്സിൽ കയറി എന്തിനാണ്, ബസ്സിൽ കയറാൻ വേണ്ടിയാണ് കയറിയത്, ബസ്സിൽ കയറാൻ വേണ്ടിയാണ് ഞാൻ കയറിയത് എന്ന് ഉത്തരം പറയുന്ന ആളുകളുണ്ട്. ഈ ഉദാഹരണം പറയുമ്പോൾ നമുക്ക് കറക്റ്റ് അതിൻ്റെ പൊള്ളത്തരം മനസ്സിലാവും. പക്ഷെ വേറെ ചില കാര്യങ്ങളിലേക്ക് കൂടി ആ ചോദ്യവും അതേപോലുള്ള ഉത്തരം വരുമ്പോഴാണ് നമുക്ക് ഗൗരവം ബോധ്യപ്പെടും. എന്തിനാ ഭക്ഷണം കഴിക്കുന്നത്? ഭക്ഷണം കഴിക്കുന്നത് വിശപ്പ് മാറാനാണ്, മനുഷ്യന് ഊർജം ലഭിക്കാനാണ്. എന്ന് മനുഷ്യൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഭക്ഷണം കഴിച്ചു തുടങ്ങിയോ അന്ന് മനുഷ്യൻ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങി. ഒരാൾ പറയണം, ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കാം, എന്തിനാണ് യാത്ര, ഞാൻ യാത്ര ചെയ്യാൻ വേണ്ടി ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പറയുന്നത് എത്രത്തോളം പൊട്ടത്തരമാണ്. എന്നാൽ ഇന്ന് മനുഷ്യൻ ജീവിതത്തെക്കുറിച്ച് പറയുന്ന മനുഷ്യൻ്റെ കാഴ്ചപ്പാടുകളൊക്കെയും മനുഷ്യൻ പറയുന്ന ആശയങ്ങളൊക്കെയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ എന്തിനാണ് ജീവിക്കുന്നത് എന്ന് ചോദിച്ചാലുള്ള ഉത്തരം ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്നുള്ളതായിരിക്കും. ജീവിതം ജീവിക്കാനുള്ളതാണെന്നാണ് ഉത്തരം. നമ്മളതല്ല ചോദിച്ചത്, എന്തിനാണ് ജീവിക്കുന്നത്, ജീവിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം അതിനപ്പുറത്താവണം. ഞാൻ ഇന്നതിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. ഇത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ്. ബസ്സിൽ കയറുന്നത് ബസ്സിൽ കയറാൻ വേണ്ടി കയറിയതാണ്, ഭക്ഷണം കഴിക്കാൻ വേണ്ടി കഴിക്കുന്നതാണ്. ബസ്സിൽ കയറുന്ന ഒരു സ്ഥലത്ത് എത്താനാണ്, ഭക്ഷണം കഴിക്കുന്നത് അതിനൊരു ഇപ്പോഴത്തൊരു ഒരു റിസൾട്ടുണ്ട്, അത് നടക്കാനാണ്, ഊർജ്ജം ലഭിക്കാനാണ്. നമ്മൾ ജീവിക്കുന്നത് അതിൻ്റെ ഉത്തരം അത് ആസ്വദിച്ച് ജീവിക്കാനാണെന്ന് ഉത്തരം പോരാ, അത് ഉത്തരമല്ല, അത് അതിനപ്പുറത്തുള്ളൊരു ഉത്തരമാണ്. എന്തായാലും അതിൻ്റെ ഉത്തരം വേണം. ഇത് പഠിപ്പിക്കാൻ ഇന്നത്തെ ഒരാശയത്തിനും കഴിയുന്നില്ല. കുറേ ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. നമ്മൾ ആരെങ്കിലും പിന്നെ ഒരു കളി കളിക്കുകയാണെന്ന് വെച്ചാൽ, ഫുട്ബോളോ എന്ത് പന്ത് കളി, എന്തെങ്കിലും ക്രിക്കറ്റോ, എന്ത് സംഗതി ആയിക്കോട്ടെ, ഒരു കളി കളിക്കാൻ വന്നപ്പോൾ പിന്നെ ടീമും കാര്യങ്ങളൊക്കെ ഇട്ടു. എന്നിട്ട് പറഞ്ഞു, ഈ കളീൻ്റെ പ്രത്യേകത ഇതിൽ നിയമങ്ങളൊന്നുമില്ല. പണ്ട് പിന്നെ ബാറ്റും ബോളും ഉള്ളവൻ ഓനെ പിന്നെ വിക്കറ്റ് ആവില്ല എന്ന് പറയണ പോലെ ഇതിൽ നിയമങ്ങളൊന്നുമില്ല, ഇതിൽ ജയവും പരാജയമൊന്നുമില്ല. ഒരു കളിയാണ്, നിസ്സാരമായ കളി, ഒരു നിസ്സാരമായ ഒരു കളി. അങ്ങനെ ഒരു പറഞ്ഞാൽ ഒരു കൊച്ചുകുട്ടി ആ കളി കളിക്കോ? നിയമങ്ങളൊന്നും ഇല്ലാത്തൊരു കളി. പിന്നെ നമ്മൾ എന്ത് കളി വെച്ചാൽ, ഇനി എത്ര ഉപകാരമില്ലാത്ത കളിയാണെങ്കിൽ പോലും അതിന് ചില മാനദണ്ഡങ്ങളുണ്ടാവും. ഇന്നതിനപ്പുറത്ത് പോയാൽ സംഗതി ഇതായാൽ ജയിക്കും, ഇതായാൽ തോക്കും. ഇതൊന്നുമില്ല, ഈ കളി നമ്മളാരും കളിക്കില്ല. പക്ഷെ ഇന്ന് ലോകം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിയമങ്ങളില്ലാത്ത കളി കളിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും പുരോഗമനം എന്നാണ്. നിയമങ്ങളുള്ള കളി അത് പ്രാകൃതം, അതായത് കുറേ അന്ധവിശ്വാസങ്ങൾ, കുറേ നിയമങ്ങൾ. ഒരു പരീക്ഷ റിസൾട്ട് അറിയാത്തൊരു പരീക്ഷ എഴുതാൻ നമ്മൾ ആരെങ്കിലും തയ്യാറാവും? ഒരു പരീക്ഷ എങ്ങനെ നമ്മൾ സീരിയസ് ആയിട്ട് എഴുതിക്കൊണ്ടിരിക്കണം. അപ്പോഴാണ് തൊട്ടടുത്തിരുന്ന ആൾ പറയുന്നത്, വലിയ സീരിയസ് ആയിട്ടൊന്നും എഴുതണ്ട, ഈ പരീക്ഷ ആരും നോക്കാനൊന്നും പോണില്ല, ഇതിന് ഇവാലുവേഷൻ ഇല്ല, ഇതിനാരും നോക്കൂല, ഈ പരീക്ഷയ്ക്ക് റിസൾട്ടും അറിയാൻ പോണില്ല, നമ്മളെ പരീക്ഷ എഴുതുമോ? വെറുതെ നമ്മളാരും എഴുതില്ല. അപ്പോൾ ജീവിതത്തെ ലക്ഷ്യം നിർണ്ണയിക്കുന്നതിൽ, മനുഷ്യൻ എന്താകണമെന്ന് പറയുന്നതിൽ, മനുഷ്യൻ്റെ ലക്ഷ്യം പിന്നെ പറഞ്ഞു തരുന്നതിൽ ശരിയായ ദീൻ അല്ലാതെ മറ്റൊന്നിനും അതിൻ്റെ ശരിയായ ലക്ഷ്യം പറഞ്ഞു തരാൻ കഴിയില്ല. ചിലപ്പോൾ ചില കാര്യങ്ങളുടെയൊക്കെ ലക്ഷ്യം നമ്മൾ വേറെ ആയിട്ടായിരിക്കും, അത് നമ്മുടെ ഒരു കാഴ്ചപ്പാടാണ്. ചിലപ്പോൾ ആളുകൾ ശരിയായ ദീനിനെ മനസ്സിലാക്കുന്നത് വേറെ കാഴ്ചപ്പാടിലായിരിക്കും. അത് അവരുടെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്, ദീനിൻ്റെ പ്രശ്നമല്ല. ചെറിയൊരു ഉദാഹരണം സൂചിപ്പിക്കാം. വാഹനങ്ങൾക്ക് ബ്രേക്കുണ്ട്. ബ്രേക്ക് എന്ന ഒരു ഉപകരണം, അതിൻ്റെ യഥാർത്ഥ ധർമ്മം എന്താണ്? ഞാൻ മുമ്പ് ചോദിച്ചിട്ടോന്നറിയില്ല, കഴിഞ്ഞ കൊല്ലമൊക്കെ. ഉത്തരം പറയാൻ ബ്രേക്ക് എന്തിനാണ്? നമ്മൾ സ്കൂട്ടറിൽ, നമ്മളൊക്കെ വാഹനങ്ങൾ ഉപയോഗിക്കുന്നതാണ്, സ്കൂട്ടറിൽ എല്ലാ വണ്ടിക്കും ബ്രേക്ക് ഉണ്ട്. എന്തിനാണ് ബ്രേക്ക്? ചോദ്യമാണ്. സ്പീഡിൽ പോകാൻ ഒരു ഉത്തരം, നിർത്താൻ, നിയന്ത്രണം, വേറെ ഇല്ലെങ്കിൽ അപകടം സംഭവിക്കും. ബ്രേക്ക് എന്നതിനെ ഒരുപാട് പേഴ്സ്പെക്റ്റീവിൽ, ഒരുപാട് കാഴ്ചപ്പാട് നമുക്ക് മനസ്സിലാക്കാം. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? ബ്രേക്ക് എന്നത് വാഹനം നിർത്താനുള്ളതാണ്, വാഹനത്തിൻ്റെ നമ്മുടെ മുന്നോട്ട് പോക്കിൻ്റെ വേഗതയെ പിന്നെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ ആദ്യം പറഞ്ഞൊരു ഉത്തരമുണ്ട്. ബ്രേക്ക് എന്നതിൻ്റെ യഥാർത്ഥ ധർമ്മം അതല്ല. ബ്രേക്ക് എന്നതിനെ നമ്മൾ നിർത്തുക,
അപകടം ഒഴിവാക്കുക, അല്ലെങ്കിൽ വേഗത കുറയ്ക്കുക, ഈ ഉപകാരങ്ങൾ ബ്രേക്ക് കൊണ്ട് കിട്ടുന്നത് എപ്പോഴാണ്? ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോഴാണ്. അല്ലാത്തപ്പോൾ ഉപകാരമില്ല. പക്ഷേ ബ്രേക്ക് അപ്ലൈ ചെയ്യുക പോലും വേണ്ട, ബ്രേക്ക് അവിടെ ഉണ്ടായാൽ തന്നെ കിട്ടുന്ന ബ്രേക്കിൻ്റെ ഒറിജിനൽ ഫുൾ ടൈം അത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ജോലി എന്ന് പറഞ്ഞാൽ മനുഷ്യനെ, ആ വാഹനത്തെ ഏറ്റവും കൂടുതൽ സേഫായി, ഏറ്റവും കൂടുതൽ വേഗതയിൽ പോകാൻ അനുവദിക്കുന്നു എന്നതാണ്. മനസ്സിലായില്ലേ? അതായത് നമ്മളൊരു വണ്ടി, ഏറ്റവും നല്ല ബ്രേക്കിംഗ് സിസ്റ്റം ഉള്ള വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ വേഗതയിൽ പോകാൻ കോൺഫിഡൻസ്. കാരണം അയാൾക്കറിയാം എൻ്റെ വണ്ടിയുടെ ബ്രേക്കിംഗ് സിസ്റ്റം ഏറ്റവും കൂടുതൽ അഡ്വാൻസ്ഡ് ആണ്, സേഫായിട്ട് ഏറ്റവും സ്പീഡ്, ഞാൻ എത്ര സ്പീഡ് കയറിയാലും പ്രശ്നമില്ല. ബ്രേക്കിന് ചെറിയൊരു പ്രശ്നം, നമ്മൾ വണ്ടി ഒന്ന് മാറ്റിയിടാൻ പറഞ്ഞാലും നമ്മൾ പേടിക്കും. ബ്രേക്കിന് പ്രശ്നം വന്നാൽ ഏത് മനുഷ്യനായാലും വണ്ടി എടുക്കാൻ ഭയങ്കര സൂക്ഷ്മതയായിരിക്കും. അപ്പോൾ ബ്രേക്ക് അവിടെ ഉള്ളപ്പോൾ തന്നെ സദാസമയം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജോലിയാണ്. മറ്റേ ജോലി അത് അപ്ലൈ ചെയ്താലേ ആ ജോലി നിർവഹിക്കുന്നുള്ളൂ. പലപ്പോഴും ആളുകളുടെ പേഴ്സ്പെക്റ്റീവ്, ആളുകളുടെ കാഴ്ചപ്പാട്, ദീനിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിന് നമുക്ക് ഉദാഹരണമായി പറയാൻ കഴിയുന്നൊരു സംഗതിയാണ്. പലപ്പോഴും യഥാർത്ഥ ദീനിനെ ആളുകൾ മനസ്സിലാക്കുന്നത് മനുഷ്യൻ്റെ പുരോഗതിക്ക്, മനുഷ്യൻ്റെ മുന്നോട്ട് പോക്കിനെ തടഞ്ഞു നിർത്താനോ അല്ലെങ്കിൽ അതിൻ്റെ വേഗത കുറയ്ക്കാനോ അവൻ്റെ മുന്നോട്ട് പോക്കിനൊരു തടസ്സമായി നിൽക്കുകയോ ചെയ്യുന്ന ഒന്നാണ് ദീൻ എന്നതാണ്. പക്ഷെ നേരെ മറിച്ച് മനസ്സിലാക്കുന്നില്ല, ഈ ബ്രേക്ക് ഈ ദീൻ ഉള്ളത് കൊണ്ടാണ്. ഈ ദീൻ പ്രയോഗവൽക്കരിച്ചാലാണ് ഒരു മനുഷ്യന് ലോകത്ത് ഇഹത്തിലും പരത്തിലും ഏറ്റവും വേഗതയിൽ, ഏറ്റവും മുന്നിലെത്തി ഒരപകടവും പറ്റാതെ മുന്നോട്ട് പോകാൻ കഴിയുക. അപ്പോൾ മനുഷ്യൻ നിയമങ്ങളെ കാണുന്ന കാഴ്ചപ്പാടും വളരെ പ്രധാനമാണ്. ദീനിനെ കാണുന്ന കാഴ്ചപ്പാടും അത് ഉണ്ടാക്കിയെടുക്കുന്ന കാഴ്ചപ്പാട്, ശരിയായ ദീൻ എന്നത് എന്താണ്, അത് നമുക്ക് നിർവഹിച്ചു തരുന്ന ദൗത്യം എന്താണ് എന്നത് മനസ്സിലാക്കൽ പ്രധാനപ്പെട്ടതാണ്. ശരിയായ ദീനാണ് നമ്മുടെ ബൗദ്ധികമായ അഥവാ മനുഷ്യൻ്റെ ചിന്താപരമായ ദാഹത്തിനുള്ള വെള്ളം, അതിനുള്ള ശമനം നൽകുന്നത് ശരിയായ ദീൻ മാത്രമേ ഉള്ളൂ. ബാക്കി ഏത് ആശയവും പ്രത്യയശാസ്ത്രത്തിനും അത് കഴിയില്ല. അത് ശരിയായ ദീനിന് മാത്രം കഴിയുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ലോകത്തിലെ എത്ര വലിയ ശാസ്ത്രജ്ഞന്മാർ, എത്രയോ വലിയ ബുദ്ധിരാക്ഷസന്മാർ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും സങ്കീർണമായ നിയമങ്ങൾ കുരുക്കഴിക്കാൻ ശേഷിയുള്ള ഗണിതശാസ്ത്രത്തിൽ, അതുപോലെ തന്നെ ലോകത്ത് നമ്മൾ അറിയാത്ത പല മേഖലകളിലും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന എത്രയോ വലിയ ആളുകൾ അവരവസാനം ജീവിതത്തിൽ ശൂന്യത അനുഭവിക്കുന്നു എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം അവരുടെ ബുദ്ധി, അവരുടെ ഇൻ്റലക്റ്റ്, അവരുടെ ചിന്താശേഷി, ആലോചനാശേഷി, ഇതൊന്നും അവരുടെ ഉള്ളിലുള്ള മനുഷ്യനുള്ള ദാഹത്തിനെ അതിനെ ശമിപ്പിക്കാൻ ഉതകുന്നതല്ല. അത് ശരിയായ ദീനിന് മാത്രമേ കഴിയുകയുള്ളൂ. ചില ആളുകൾ പറയും, അല്ല, ലോകത്തെല്ലാ പ്രശ്നങ്ങൾക്കും ശാസ്ത്രത്തിന് കഴിയും. അത് ശാസ്ത്രം എന്താണെന്നും എല്ലാ പ്രശ്നവും പരിഹരിക്കാൻ ശാസ്ത്രത്തിന് കഴിയും. അത് ശാസ്ത്രം എന്താണെന്നും ഈ പറഞ്ഞ ദീൻ എന്താണെന്നും മനസ്സിലാക്കാത്ത പ്രശ്നമാണ്. ശാസ്ത്രം എന്നത് മനുഷ്യന് കാണാവുന്ന, അല്ലെങ്കിൽ മനുഷ്യൻ അനുഭവിച്ചറിയാൻ കഴിയുന്ന, മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാൻ കഴിയുന്ന ഈ ദൃശ്യമായ നമ്മുടെ ചുറ്റിലുമുള്ള, നമ്മുടെ ഈ ലിമിറ്റിലുള്ള ഈ പ്രപഞ്ചത്തിലെ ഏതെങ്കിലും ഒരു പ്രതിഭാസത്തെക്കുറിച്ച് ഒന്നുകിൽ പരീക്ഷണം നടത്തിയോ അല്ലെങ്കിൽ അതിനെ നിരീക്ഷിച്ചോ, അല്ലെങ്കിൽ ഒബ്സർവേഷൻ അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റേഷൻ, ഈ രണ്ട് രൂപത്തിൽ അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ടൂൾ, ഒരു ഉപകരണമാണ് ശാസ്ത്രം. അതിനപ്പുറത്തുള്ളത് ശാസ്ത്രത്തിന് മനസ്സിലാക്കാൻ കഴിയില്ല. ശാസ്ത്രത്തിന് ഇത് പറഞ്ഞു തരാൻ കഴിയും, പക്ഷേ അതിനപ്പുറത്തുള്ളത് ശാസ്ത്രത്തിന് മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ശാസ്ത്രത്തിൽ അല്ലെങ്കിൽ ഭൗതികമായ ഏത് ആശയങ്ങളിലും മനുഷ്യൻ എത്ര മുകളിലെത്തിയാലും അവൻ്റെ ആത്മീയതയെ ശമിപ്പിക്കാൻ ശരിയായ ദീനിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് പറയും. ശരിയായ മനസ്സമാധാനം ലഭിക്കുന്നത്, ശരിയായ ഒരു മനുഷ്യന് ജീവിതത്തിൽ സന്തോഷം ലഭിക്കുന്നത്, ഒറിജിനൽ ഒരു മനുഷ്യനാകുന്നത് ശരിയായ ദീൻ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ്. അതിനപ്പുറത്ത് ഭൗതികത എത്രത്തോളം, റസൂലുള്ളാഹി പറഞ്ഞല്ലോ, ലൗകാന ലിബ്നി ആദമ വാദിയാനി മിൻ ദഹബിൻ ലബ്തഗാ സാലിസൻ. ഒരു മനുഷ്യന് 2 താഴ്വര നിറയെ സ്വർണ്ണമുണ്ടെങ്കിൽ അവർ 3ാമത്തെ താഴ്വരയും ആഗ്രഹിക്കും, സ്വർണം. അതെന്തുകൊണ്ടാണ്? ആ മനുഷ്യൻ ഭൗതികമായി എത്ര കെട്ടിപ്പടുത്താലും അവന് പിന്നെയും അത് ഒരിക്കലും അവന് മതിയാകില്ല. അവന് സ്വയം സംതൃപ്തി അടാൻ കഴിയില്ല. ദീനില്ലാത്തൊരു മനുഷ്യൻ വലയംല അഫാഹു ഇല്ല തുറാബ്, മരിച്ചു വായിൽ മണ്ണ് വീഴുന്നത് വരെ അവൻ അതിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കും എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. അതുകൊണ്ടാണ് ലോകത്തിൽ ഈ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ വിഷയത്തിൽ, അഥവാ ഭൗതികമായ കെട്ടിടങ്ങൾ, സാഹചര്യങ്ങൾ, ഇതിൻ്റെയൊക്കെ വിഷയത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളിലെ ആളുകൾ എന്തെങ്കിലും ഒരു മനസമാധാനം തേടി ഇന്ത്യയിലും ഹിന്ദുമതത്തിലും ബുദ്ധമതത്തിലും ഒക്കെ വരെ പോകുന്ന ഇംഗ്ലീഷുകാരെ നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ്. പല ആളുകൾ അങ്ങനെയാണ്. ഒരു ഘട്ടം കഴിയുമ്പോൾ, അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ച് കഴിയുമ്പോൾ മനസ്സിലാവുന്നു, ഇത്ര അനുഭവിച്ചിട്ടും
നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങിയിട്ടും എന്തോ കിട്ടിയിട്ടില്ല, ഒന്നും പൂർണ്ണമായിട്ടില്ല, സംതൃപ്തി നേടിയിട്ടില്ല എന്ന ആ ശൂന്യത മനുഷ്യന് അനുഭവപ്പെടുന്നത് ഈ ശരിയായ ദീൻ ഒരു മനുഷ്യന് ഇല്ലാത്തത് കൊണ്ടാണ്. അവിടെ നമ്മൾ വിചാരിക്കും ചിലതൊക്കെ കിട്ടിയാൽ അത് കിട്ടലാണ് ജീവിതത്തിൽ അങ്ങേയറ്റം, അത് കിട്ടിയ എല്ലാമായി. ഇല്ല, സമ്പത്ത് അതിലൊന്നാണ്. ചില ആളുകൾ വിചാരിക്കും സമ്പത്ത് കിട്ടിയാൽ എല്ലാമായി. പക്ഷെ എത്ര വലിയ സമ്പന്നന്മാരും രാത്രി നേരെ കടന്നുറങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ്. അംഗീകാരങ്ങൾ കിട്ടുക മനുഷ്യനത് വലിയ താല്പര്യമാണ്, മനുഷ്യർ അംഗീകാരങ്ങൾ കിട്ടുക. അപ്പോൾ ഈ അടുത്ത് സംഭവം ഓർമ്മ, നമ്മുടെ കൊച്ചിയിൽ ശസ്ത്രക്രിയാ വിദഗ്ധനായിരുന്ന ഡോക്ടർ ആത്മഹത്യ ചെയ്തല്ലോ. ജീവിതത്തിൽ അയാളുടെ ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കൂ. അയാളുടെ കരിയർ, അയാളുടെ മേഖല എന്ന നിലയിൽ അയാൾ ഫുൾ അച്ചീവ്മെൻറ്റ്സിൻ്റെ നിറവിലാണ് അയാൾ ജീവിക്കുന്നത്. ഇത്രയധികം ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞ ഒരു പ്രശ്നമില്ല. അയാളെക്കുറിച്ച് സമൂഹത്തിൽ ആരെങ്കിലും ഒരു പിന്നെ കൈക്കൂലി അല്ലെങ്കിൽ ആരോപണം ഒന്നും ഉന്നയിച്ചിട്ടില്ല. പക്ഷേ വയസ്സായി, പ്രായമായി, പ്രായാധിക്യമായപ്പോൾ അയാൾക്ക് ആദി. ഇനി പഴയ പെർഫെക്ഷനിൽ ഈ ശസ്ത്രക്രിയയൊക്കെ നടത്താൻ കഴിയുമോ? ഇത്ര കാലം ഒരു പ്രശ്നമില്ലാതെ നടത്തി വന്ന അച്ചീവ്മെൻറ്റ്സിൻ്റെ കാര്യത്തിൽ അയാളോളം അച്ചീവ്മെൻ്റ് ഉള്ള ഒരാൾ ഇല്ലല്ലോ. കാരണം അയാളുടെ മേഖലയിൽ തിളങ്ങി നിൽക്കുന്ന മനുഷ്യനാണ്. അത്രയേറെ ജനങ്ങൾക്കിടയിൽ പ്രശസ്തിയും അംഗീകാരമൊക്കെ ലഭിച്ച മനുഷ്യൻ. അയാൾക്ക് അവസാനം ആ ശൂന്യത നികത്താൻ കഴിയാത്തത് കൊണ്ട് അയാൾക്ക് അഭയം പ്രാപിക്കേണ്ടി വന്നത് ആത്മഹത്യയിലാണ്. അപ്പോൾ മനുഷ്യൻ്റെ ആത്മീയമായ ശൂന്യതയ്ക്ക് പരിഹാരം നൽകാൻ മനുഷ്യനെ സൃഷ്ടിച്ച സ്രഷ്ടാവിന് മാത്രമേ കഴിയുകയുള്ളൂ. ആ സ്രഷ്ടാവിൻ്റെ മതം ജീവിതത്തിൽ മുഴുവൻ പുലർത്തിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. മാത്രമല്ല, മനുഷ്യൻ ഇനി മതമുണ്ട് എന്ന് വിശ്വസിച്ചാലും മതം വേണമെന്ന് ആഗ്രഹിച്ചാലും ശരിയായ മതം അവൻ ഉൾക്കൊണ്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം അവൻ അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും ചെന്ന് പെടും എന്നതാണ്. ലോകത്തൊന്ന് ആലോചിച്ച് നോക്കും. മനുഷ്യന്മാർ ഈ മതത്തിൻ്റെ ആവശ്യകത പല ആളുകൾക്കും ബോധ്യപ്പെട്ടിട്ട് അവസാനം അവർ ചെന്ന് ചേരുന്നത് പല ചൂഷണങ്ങളിലുമായിരിക്കും. അവിടെയാണ് ശരിയായ ദീനിൻ്റെ പ്രസക്തി വരുന്നത്. നമ്മുടെ ജീവിതത്തിൽ ശരിയായ ദീൻ മനസ്സിലാക്കുന്നതിൻ്റെ പ്രസക്തി നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. ഇസ്ലാം, അള്ളാഹുവിനെ ആരാധിക്കാൻ 5 പൈസയുടെ ചിലവില്ലാത്ത മതമാണ് ഇസ്ലാം. നിസ്കരിക്കാൻ നമുക്ക് പിന്നെ ആർക്ക് ഇത്ര പൈസ കൊടുക്കണം? ഇല്ല. നമുക്കൊരു പാപം നമ്മൾ ജീവിതത്തിൽ ഇനി എത്ര തിന്മ ചെയ്തു, റസൂലിനോട്, പിന്നെ റസൂലിന് സംഭവം പറഞ്ഞല്ലോ, 99 മനുഷ്യന്മാരെ കൊന്ന് അവസാനം 100 കൊലപാതകം നടത്തിയ ഒരാൾ അള്ളാഹു തൗബ ചെയ്തു കൊടുത്ത മനുഷ്യൻ്റെ കഥ പ്രവാചകൻ പറയുന്നുണ്ടല്ലോ. 100 കൊലപാതകം ചെയ്തു. ഇനി ഹിറ്റ്ലർ തന്നെയും ആയി ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നു. അള്ളാഹുവിനോട് തൗബ ചെയ്യാൻ ഒരു സൃഷ്ടിയുടെ മുന്നിൽ കുനിഞ്ഞു നിൽക്കേണ്ട ആവശ്യമില്ല. 1 രൂപയുടെ ചിലവില്ല. നോമ്പ് പിടിക്കാൻ ഒരാൾക്കും ഒരു പൈസ കൊടുക്കണ്ടോ. പിന്നെ ഒരു കർമ്മത്തിൽ ഇന്ന ഒരാളുണ്ടെങ്കിൽ, ഇന്ന പുരോഹിതനുണ്ടെങ്കിലേ ഇസ്ലാമിനൊരു കർമ്മമുള്ളൊന്നില്ല. അങ്ങനെ ഏതെങ്കിലും കർമ്മമുണ്ടോ? അതൊക്കെ ഇസ്ലാമിന് എത്ര സൗന്ദര്യമാണ്. പല മതങ്ങളിലും ചില ആളുകളുണ്ടെങ്കിലേ ചിലത് നടക്കൂ. ഇസ്ലാമിൽ അങ്ങനെ ഉണ്ടോ? ഇസ്ലാമിപ്പോൾ ഇമാമക്കണമെങ്കിൽ ആർക്ക് തന്നൂടെ? ഒരു 10 ആളുണ്ട്. ഏറ്റവും കൂടുതൽ ആർക്കാ ഖുർആൻ അറിയുന്നത്? എല്ലാവരും ഖുർആനിൽ ഓക്കെയാണ്. ഇത് ഏറ്റവും കൂടുതൽ സുന്നത്തുകൾ അറിയുന്നവരാ, പിന്നെ പ്രായം മുതൽ അങ്ങനെ ഓരോ പിന്നെ മാനദണ്ഡങ്ങളുണ്ട്. ഖുർആൻ അറിയുന്നവരാണ് ഫസ്റ്റ് മാനദണ്ഡം. അയാൾ ഇമാമുക്ക. ആകെ അറിയുന്ന ഒരാൾക്ക് സൂറത്തുൽ ഫാത്തിഹ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവർക്ക് അതും അറിയില്ല. അയാൾ ഇമാമുക്ക. ഇന്നൊരാൾ വരണം, പുരോഹിതൻ വന്ന്, അങ്ങനെയില്ല ഇസ്ലാം. ജനനം, മരണം, വിവാഹം, അതുപോലെ തന്നെ എത്രയോ കാര്യങ്ങളിൽ മതങ്ങളിൽ നിലനിൽക്കുന്ന എല്ലാ ആളുകളും ചൂഷണം ചെയ്യാൻ, മനുഷ്യനെ പിടിയാൻ ഉപയോഗിക്കുന്ന സന്ദർഭം നടത്തും. ഇസ്ലാമിൽ ഒന്നുമില്ല. ഒരു നിക്കാഹ് നടത്തണം, ഖാദി വേണം, നിർബന്ധമുണ്ടോ? നിർബന്ധമാണോ? ഉസ്താദ് വേണം, നിക്കാഹ് നിർബന്ധമാണോ? ആർക്കും നിർവഹിച്ചൂടെ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോവാണ്. ജാബിർ റളിയല്ലാഹു അൻഹു നല്ല സ്പീഡിൽ ഇങ്ങനെ പോകുന്നു. അപ്പോൾ റസൂലുള്ളാഹി പിറകെ ആ ഒട്ടകത്തിന് പിറകെ ചെന്നിട്ട് എന്ത് ചെയ്തു? തൻ്റെ കയ്യിലുള്ള ഒട്ടകത്ത് പിന്നെ തെളിക്കാൻ ഉപയോഗിക്കുന്ന വടി അല്ലെങ്കിൽ ചാട്ടവാർ അതുപയോഗിച്ച് ജാബിർ റളിയല്ലാഹുവിൻ്റെ ഒട്ടകത്തിന് അയച്ചു. ജാബിർ എന്തത്ര സ്പീഡിൽ? അള്ളാഹുവിൻ്റെ റസൂലെ, വിവാഹം കഴിഞ്ഞിട്ട് അധിക കാലമായിട്ടില്ല, പിന്നെ പെട്ടെന്ന് വീട്ടിൽ എത്തണം എന്നുള്ള ആഗ്രഹത്തിൽ പോകണം. അപ്പോഴാണ് റസൂൽ അറിയണത് ജാബിർ റളിയല്ലാഹുവിൻ്റെ കല്യാണം കഴിഞ്ഞു. ജാബിർ റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അയൽവാസിയാണ്. ജാബിർ റളിയല്ലാഹുവിൻ്റെ ഉപ്പ അബ്ദുല്ലാഹി ബിൻ ഹറാം റളിയല്ലാഹു അൻഹു റസൂലുമായിട്ട് നല്ല ബന്ധമുള്ള ആളാണ്. റസൂലിൻ്റെ അയൽപ്പക്ക ബന്ധമുള്ള കുടുംബമാണ്. വിവാഹം എന്നുള്ളത് ഇസ്ലാം അത്രയേറെ സിമ്പിളാക്കിയൊരു സംഗതിയാണ്. വിവാഹത്തിന് ഇന്നൊരാളുണ്ടെങ്കിലേ വിവാഹം സാധുവാകൂ. നിക്കാഹിന് അങ്ങനെ നിബന്ധനയൊന്നുമില്ല. ഒരാൾ മരണപ്പെട്ടു, ഉസ്താദ് വന്നാലേ ഇവിടെ സംഗതികളൊക്കെ, അങ്ങനെ ഇസ്ലാമിലില്ല. സക്കാത്ത് ഇസ്ലാമിൽ വലിയൊരു ആരാധന. അതും പൈസ എത്ര തികഞ്ഞോനുള്ളൂ സക്കാത്ത്. പൈസ ഇല്ലാത്തവന് അതുമില്ല. അവൻ അത്ര പൈസ ഇല്ല, അവൻ ആ സക്കാത്തിൻ്റെ ഓഹരി എത്തിയിട്ടില്ല. സക്കാത്ത് നിർബന്ധമാണോ? ഇല്ല. ഒരാൾക്ക് ഹജ്ജ് ഇസ്ലാമിലെ ഏത് ഭാഗത്ത് എടുക്കാം. ഹജ്ജ് എല്ലാവർക്കും നിർബന്ധമില്ലല്ലോ. മനിസ്തത്താ ഇലൈഹി സബീല, ഹജ്ജ് അതിനേക്ക് പോകാനുള്ള എല്ലാം ഓക്കെ ആയവനെ ഹജ്ജ് നിർബന്ധമുള്ളൂ. അതിനർത്ഥം എല്ലാം ഓക്കെ ആയ ഇങ്ങനെ കാത്തിരിക്കണം എന്നല്ല. നേരെ മറിച്ച് ഒരാൾക്ക് സമ്പത്തില്ല, ഹജ്ജിന് പോകാനുള്ള ടിക്കറ്റ് എടുക്കാനുള്ള പൈസ ഇല്ല,
നാട്ടിൽ തന്നെ എങ്ങനെയെങ്കിലും ജീവിതം കൂട്ടിമുട്ടി ജീവിക്കണം. അയാൾക്ക് ഹജ്ജ് നിർബന്ധമല്ല. അയാൾ ഹജ്ജ് ചെയ്തില്ല എന്ന് വെച്ചാൽ അള്ളാഹ് ശിക്ഷിക്കൊന്നുമില്ല. അയാൾക്ക് അതിനുള്ള അർഹത എത്തി, അതിനുള്ള പൈസ എത്തി, അന്ന് ഹജ്ജ് നിർബന്ധമായി, അത് പിന്നെ ഹജ്ജ് ചെയ്യണം. പിന്നെ ഒഴിവ് കഴിവ് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇസ്ലാമിൽ ഒരു കാര്യവും നിർവഹിക്കാൻ, ഇസ്ലാമിൽ ഏതെങ്കിലും ഒരു ചൂഷണത്തിനുള്ള വകുപ്പുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? അത് മുഴുവൻ അടച്ചു കളഞ്ഞു. ഇസ്ലാമിൽ ഒരു തരത്തിലും. അപ്പം ശരിയായ ദീൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു അന്ധവിശ്വാസത്തിലും അനാചാരങ്ങളിലും ഒരു ബിദ്അത്തുകളിലും ഒരു ഖുറാഫാത്തിലും ഒരു മനുഷ്യൻ പെടില്ല. ഒരു കെട്ടുകഥയും ഒരു മനുഷ്യനെ വിശ്വസിക്കേണ്ട ഗതികേടും വരില്ല. അപ്പോൾ മനുഷ്യൻ ഇന്ന് ലോകത്ത് ദീനെതിരെ ആളുകൾ പറയുന്ന വാദങ്ങളാണിത്. അതായത് മതം മുഴുവൻ ചൂഷണങ്ങളാണ്, ആളുകളെ സാമ്പത്തികമായി പിടുങ്ങാനുള്ള വഴിയാണ്. ശരിയായ ദീൻ പഠിക്കൂ, ശരിയായ ദീനിൽ അതില്ല. തെറ്റായ ദീനിൽ, വക്രീകരിക്കപ്പെട്ട ദീനിൽ അതൊക്കെ ഉണ്ടാവും. ആളുകൾ, പുരോഹിതന്മാർ മനുഷ്യന്മാരെ ചൂഷണം ചെയ്യുക തന്നെ ചെയ്യും. ശരിയായ ദീനിൻ്റെ ആവശ്യകത നമുക്ക് ബോധ്യപ്പെടുന്നത് അവിടെയാണ്. ശരിയായ ദീൻ ഉണ്ടെങ്കിലാണ് എല്ലാ മേഖലകളിലും ഒരു മനുഷ്യന് ശരിയായ റൂട്ടിൽ സഞ്ചരിക്കാൻ കഴിയും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യന് ഓരോ ചെറിയ നന്മകൾ പോലും നടപ്പാക്കണമെങ്കിൽ അവന് ദീനുള്ളത് കൊണ്ടാണ്. സാധാരണ ചോദിക്കാറുണ്ടല്ലോ, ഏതെങ്കിലും നമ്മളിപ്പോൾ റോഡിലൂടെ ഇങ്ങനെ പോയാൽ ഒരു ദിവസം ഏതായാലും 1-2 ആംബുലൻസൊക്കെ നമ്മൾ കാണും. അത്രയേറെ പരിചിതമായ കാഴ്ചയാണ്. എവിടെങ്കിലും ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു യുക്തിവാദി സംഘത്തിൻ്റെ ഒരു ആംബുലൻസ് നമ്മൾ കണ്ടിട്ടുണ്ടോ? അതൊരു ചോദ്യമാണല്ലോ. ഒരു യുക്തിവാദി സംഘം നമ്മളിങ്ങനെ നോക്കുമ്പോൾ പല ആംബുലൻസ് കാണും, CH സെൻറ്റർ, അല്ലെങ്കിൽ ഇന്ന സംഘം, ഇന്ന കരുണ സൊസൈറ്റി, അല്ലെങ്കിൽ ഇതൊക്കെ ദീനിയായ മനുഷ്യന്മാർ നടത്തുന്നതാണ്. അത് അവർ നടത്തൂല എന്നുള്ളതല്ല, പക്ഷെ അത് നടത്താൻ അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. അവർക്ക് ശരിയായ ദീൻ ഉൾക്കൊള്ളുമ്പോഴാണ്, മതമാണ് മനുഷ്യനെ ഈ മൂല്യങ്ങളൊക്കെ പഠിപ്പിച്ചത്. നന്മ പഠിപ്പിച്ചത്, സഹജീവിയെ സഹായിക്കാൻ പഠിപ്പിച്ചത്, കരുണ പഠിപ്പിച്ചത്, വിനയം പഠിപ്പിച്ചത്. ഇതൊന്നും ശരിയായ ദീൻ മനസ്സിലാക്കിയില്ലെങ്കിൽ ഇതിനൊന്നും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റിദ്ധാരണ, ഒരു വിലയുമില്ലാത്ത അവസ്ഥയിലെത്തും എന്നുള്ളതാണ്. മറ്റൊന്ന്, ജീവിതത്തെ അഭിമുഖീകരിക്കാൻ മനുഷ്യനെ പഠിപ്പിക്കുന്നത് മതം മാത്രമാണ്. ജീവിതത്തെ അഭിമുഖീകരിക്കാൻ മനുഷ്യനെ പഠിപ്പിക്കുന്നത് മതം മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ജീവിതത്തെ അഭിമുഖീകരിക്കാൻ മതമില്ലാത്തവനും മതത്തെ നിഷേധിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ആത്മഹത്യയിലേക്ക് അഭയം തേടേണ്ടി വരുന്നത്. ശരിയായ ജീവിതത്തെ, അതിൻ്റെ യാഥാർത്ഥ്യങ്ങളെ, അതിൻ്റെ സന്തോഷങ്ങളെയും സങ്കടങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ ശരിയായ ദീൻ വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അജബൻ ലി അംരിൽ മുഅ്മിൻ, ആ ഹദീസിൻ്റെ ഒക്കെ ഒരു വാചകങ്ങളുടെ കൃത്യത നോക്കൂ. ഒരു വിശ്വാസിയുടെ കാര്യം എത്ര അത്ഭുതകരം എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. അത് അങ്ങനെയുള്ളവളൂ. വലൈസ ദാലിക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ വാചകങ്ങൾ കൃത്യം. അതൊരു മുഅ്മിനല്ലാതെ മറ്റൊരാൾക്കും ഉണ്ടാവില്ല. എന്താണ്? ഇൻ അസാബതുഹു സറ ശക്കറ ഫകാന ഖൈറൻ ലഹു, അയാൾക്കൊരു നല്ലത് അനുഗ്രഹം കിട്ടി, നല്ലത് സന്തോഷം കിട്ടി, അള്ളാഹുവിന് ശുക്ർ ചെയ്യും, അത് അയാൾക്ക് നന്മയാണ്. വൈൻ അസാബതുഹു ദറ സബറ ഫകാന ഖൈറൻ ലഹു, ഇനി ഒരു പ്രയാസം ബാധിച്ചാലും അയാൾ അള്ളാഹുവിനോട് അത് ക്ഷമിക്കും. നല്ലത് കിട്ടിയാൽ നന്ദി ചെയ്യും, പ്രയാസം ബാധിച്ചാൽ ക്ഷമിക്കും. അതിനുള്ള പ്രതിഫലം നാളെ റബ്ബിനെടുക്കലുണ്ട് എന്നറിയാം. അവർ രണ്ടും അവന് ഖൈറായി മാറാൻ കഴിയും. ഈമാനു ബിൽ ഖദർ, അള്ളാഹുവിൻ്റെ ഖദറുള്ള വിധി വിലക്കുള്ള വിശ്വാസം അതിൽ പ്രധാനപ്പെട്ടതാണ്. റുബൂബിയത്തിലുള്ള വിശ്വാസം, അള്ളാഹുവാണ് ഈ ലോകം മൊത്തം നിയന്ത്രിക്കുന്നത് എന്ന വിശ്വാസം ശരിയായ ദീനുള്ളവൻ കഴിയുക. മറ്റവൻ എന്ത് കിട്ടിയാലും അവനതിൽ എന്താണ് അതിൻ്റെ കാരണം, എങ്ങനെയാണ് അതിനെ അഭിമുഖീകരിക്കുക, ഒന്നും കഴിയില്ല. അപ്പോൾ ഒരു കയറിൻ തുമ്പിലോ അല്ലെങ്കിൽ ട്രെയിനിൻ്റെ മുമ്പിലോ വല്ല സൈനോടോ വിഷമോ ഒക്കെ കഴിച്ച് അയാളുടെ ജീവിതം അഭിമുഖീകരിക്കാൻ വയ്യാതെ അവസാനിപ്പിക്കുക എന്നതായിരിക്കും അതിൻ്റെ പരിണിത ഫലം. ഒരു ദുരന്തം വന്നാൽ, ഒരു പ്രയാസം അനുഭവിച്ചാൽ അയാൾക്ക് പിന്നെ ഉത്തരമില്ല. വിശുദ്ധ ഖുർആനിൽ എത്രയോ സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറയുന്നത് കാണാം. അള്ളാഹുവിൻ്റെ വിധിയില്ലാതെ, അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമില്ലാതെ മാ അസാബക്കും മിൻ മുസീബത്തിൻ, നിങ്ങൾക്ക് ഒരു മുസീബത്തും നിങ്ങൾക്ക് ബാധിക്കുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം. അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മുസീബത്ത് ബാധിക്കുമ്പോൾ വിശ്വാസികളായ ആളുകൾ പറയും ഇന്നാ ലില്ലാഹ്, നമ്മൾ അള്ളാഹുവിനുള്ളതാണ്, അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ളതാണ്. അപ്പോൾ ഇതിന് പിന്നിൽ അവന് യുക്തി മനസ്സിലാവും, അവൻ ആത്മീയമായി പിടിച്ചു നിൽക്കാൻ അവന് കഴിയും. അതുപോലെ തന്നെ ഒരു മനുഷ്യന് ദുനിയാവും ഇഹവും പരവും സന്തുലിതമായി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ, അഥവാ ഈ ലോകത്ത് എങ്ങനെ കൃത്യമായി ജീവിക്കണം, പരലോകത്തേക്ക് എങ്ങനെ കൃത്യമായി വിഭവങ്ങൾ ഒരുക്കണം എന്നത് മനസ്സിലാക്കണമെങ്കിൽ, അവൻ്റെ ജീവിതത്തിൽ വിജയം നേടണമെങ്കിൽ, ആത്മീയതയും ഭൗതികതയും അവൻ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ശരിയായ ദീൻ മനസ്സിലാക്കിയാലേ പറ്റും. അതുകൊണ്ടാണ് തെറ്റായ ദീൻ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ആത്മീയതയുടെ പേരിൽ ചൂഷണങ്ങളുണ്ട്, ഇല്ലാത്ത പലതും ആത്മീയയുടെ പേരിലുണ്ട്, മനുഷ്യന് പറ്റാത്തത് പലതുണ്ട്. ബ്രഹ്മചര്യം, സന്യാസം അതിലൊന്നാണ്. ലൈംഗികത എന്നത് മനുഷ്യൻ്റെ അടിസ്ഥാന ചോദനയാണ്. അതിനെ അടക്കി പിടിച്ചിട്ട് കുറേ ആളുകൾ എന്ത് ചെയ്തു, അതാണ് ആത്മീയത എന്ന് പറഞ്ഞു പരത്തി. അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇന്നും അവർക്ക് തീരുന്നില്ല.
കത്തോലിക്ക സഭയുടെ മതമേലധ്യക്ഷന് വരെയും തങ്ങളുടെ സഭയ്ക്കുള്ളിൽ പുരോഹിതന്മാർ നടത്തിയ വൃത്തികേടുകളോട് സമൂഹത്തിന് പൊതുവായി മാപ്പ് പറയേണ്ട പ്രസ്താവന ഇറക്കേണ്ട ഗതികേട് വന്നത് അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാ വിഷയങ്ങളും അങ്ങനെ തന്നെ. ആത്മീയത ശരിക്കും മനസ്സിലാകണമെങ്കിലും ഭൗതികത ശരിക്കും മനസ്സിലാക്കണമെങ്കിലും ശരിയായ ദീൻ മനസ്സിലാക്കണം. ഒരിക്കൽ നമുക്കറിയാമല്ലോ, സമയം ഏറെയായി. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് അവസാനിപ്പിക്കണം. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതകാലത്ത് പരസ്പരം സാഹോദര്യ ബന്ധം ഏർപ്പെടുത്തി കൊടുത്ത ആളുകളാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹും അബൂ ദർദാ റളിയല്ലാഹു അൻഹും. അവരിലൊരു സംഭവം വളരെ പ്രസിദ്ധമാണ്. അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ സൽമാൻ റളിയല്ലാഹു അൻഹു വരുന്നു. ഭാര്യ ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹയെ വളരെ മുഷിഞ്ഞ കീറിപ്പറഞ്ഞ വേഷത്തിൽ കാണുന്നു. സൽമാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മാ ശഅ്നുക്കി, എന്ത് പറ്റി ഇങ്ങനെ ഒരു വല്ലാത്ത കോലത്തിൽ? അവർ പറഞ്ഞു, അഹൂക അബൂ ദർദാ ലൈസ ലഹു ഹാജത്തുൻ ഫി ദുനിയ, നിങ്ങളുടെ സഹോദരൻ അബൂ ദർദായിന് ദുനിയാവിൻ്റെ കാര്യങ്ങളൊന്നും വലിയ ചിന്തയില്ല. ഫുൾ ദീൻ, ഒരു ആത്മീയമായൊരു ജീവിതമാണ് അദ്ദേഹം. അഥവാ അദ്ദേഹം എല്ലാ ദിവസവും നോമ്പെടുക്കുന്ന, രാത്രി ഉറങ്ങാതെ സ്ഥിരമായി ദീർഘമായി നിസ്കരിക്കുന്ന ആളായിരുന്നു ആദ്യകാലത്ത് അബൂ ദർദാ റളിയല്ലാഹു അൻഹു. അത് ശരിയല്ലല്ലോ. എല്ലാ ദിവസവും നോമ്പെടുക്കൽ ഹറാമാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാളിൻ്റെ ദിവസമൊക്കെ നോമ്പെടുക്കൽ ഹറാമാണ്. ഒരു വർഷം മുഴുവൻ ഒരാൾക്ക് നോമ്പെടുക്കാൻ കഴിയില്ല. ഏറ്റവും അഫ്ളലായ നോമ്പ് ഏതെന്ന് പ്രവാചകനോട് ചോദിച്ചപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നോമ്പ് പോലും ദാവൂദ് നബിയുടെ നോമ്പാണ്. അത് തന്നെയും ഒരു ദിവസം നോമ്പ്, അടുത്ത ദിവസം ഇല്ല. ഒന്നരാടം നോമ്പ്, അതാണ് ഏറ്റവും അഫ്ളലായ നോമ്പ്, സുന്നത്ത് നോമ്പെന്ന് റസൂൽ വരെ പഠിപ്പിച്ചത്. അപ്പോൾ സൽമാൻ റളിയല്ലാഹു അൻഹു വന്ന് അവിടെ നിൽക്കാൻ തീരുമാനിച്ചു. അബൂ ദർദാ വന്നു, ഭക്ഷണം മുന്നിൽ കൊണ്ടുവച്ചു. സൽമാൻ കഴിക്കൂ. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ കഴിക്കാതെ ഞാൻ കഴിക്കില്ല. അല്ല, എനിക്ക് സുന്നത്ത് നോമ്പാണ്, പറ്റില്ല. നിങ്ങളുടെ സുന്നത്ത് നോമ്പ് മുറിച്ച് നിങ്ങൾ എന്നോടൊപ്പം ഭക്ഷണം കഴിക്കുന്നത് വരെ വല്ലാഹി ഞാൻ കഴിക്കില്ല. മാ അന ബി ആക്കിലിൻ ഹത്താ തഅ്കുൽ. അവസാനം നോമ്പ് മുറിച്ച് അബൂ ദർദാ ഭക്ഷണം കഴിപ്പിച്ചു. രാത്രി അവിടെ കിടക്കാൻ തീരുമാനിച്ചു. സൽമാൻ റളിയല്ലാഹു അൻഹു വേണ്ട സംഗതികളൊക്കെ ശരിയായി കൊടുത്തിട്ട് അബൂ ദർദാ അങ്ങ് പോകാൻ പോവാണ്. നിങ്ങളെങ്ങോട്ടാണ് പോകണത്? ഞാൻ രാത്രി നിസ്കാരം, കുറച്ച് നേരം കിടന്നുറങ്ങൂ, എന്നിട്ട് നമുക്ക് നിസ്കരിക്കാം. കുറച്ചു നേരം ഉറങ്ങൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഉറങ്ങി. പിന്നെയും കുറച്ച് കഴിഞ്ഞപ്പോൾ അബൂ ദർദാ എഴുന്നേക്കാൻ അവിടെ കിടക്കും, കുറച്ച് നേരം കൂടെ ഉറങ്ങും. രാത്രിയുടെ അന്ത്യസമയം, തഹജ്ജുദിൻ്റെ ആ സമയം, ആ ഖിയാമുലൊക്കെ നിസ്കരിക്കുന്ന ആ സമയം, ഏറ്റവും ശ്രേഷ്ഠമായ സമയം എത്തിയപ്പോൾ സൽമാൻ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് പറഞ്ഞു, ഖുമിൽ ആൻ, ഇനി നമുക്ക് എഴുന്നേക്കാം, ഒരുമിച്ച് ഫസല്ലയാ മാൻ. അവർ രണ്ടുപേരും ഒരുമിച്ച് തഹജ്ജുദ് നമസ്കാരം നിർവഹിച്ചു. എന്നിട്ട് പോകുന്നതിന് മുൻപ് സൽമാൻ റളിയല്ലാഹു അൻഹു അബൂ ദർദാനോട് പറഞ്ഞു, അബൂ ദർദാ, ഇന്ന ലി റബ്ബിക അലൈക ഹഖൻ, തീർച്ചയായും നിന്റെ രക്ഷിതാവിനോട്, റബ്ബിനോട് നിനക്ക് ബാധ്യതയുണ്ട്, ഉത്തരവാദിത്തമുണ്ട്, നീ കൊടുത്തു വീട്ടേണ്ട ഹക്കുണ്ട്. എന്നാൽ അത് മാത്രമല്ല, വലി നഫ്സിക അലൈക ഹഖൻ, നിന്റെ സ്വന്തം ശരീരത്തോട് നിനക്ക് ബാധ്യതയുണ്ട്. മൈ ബോഡി മൈ ചോയ്സ് മൈ റൈറ്റ്, എൻ്റെ ശരീരം എൻ്റെ അവകാശം, എൻ്റെ സമയം അത് എൻ്റേത് മാത്രം എന്ന് ഈ ആശയങ്ങളുള്ള ആളുകൾ മാത്രമല്ല പറയും, ഇന്ന് മുസ്ലിങ്ങൾ പോലും പറയുന്നു, എൻ്റെ സമയം എൻ്റെ സമ്പത്ത്. ഇസ്ലാം അങ്ങനെയല്ല കണ്ടത്. ഭൗതികമായും ആത്മീയമായും എങ്ങനെ ജീവിക്കണം എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. വഇന്ന ലിനഫ്സിക അലൈക ഹഖൻ, ഉറക്കം അതിൽപ്പെട്ടതാണ്. നിന്റെ കണ്ണിന്, നിന്റെ ശരീരത്തിന് കൊടുക്കേണ്ട വിശ്രമം, അത് നിന്റെ ശരീരത്തിനുള്ള ബാധ്യതയാണ്, അത് നീ നിർവഹിക്കണം. അതുപോലെ തന്നെ വഇന്ന ലി അഹ്ലിക അലൈക ഹഖൻ, നിന്റെ കുടുംബത്തോട്, നിന്റെ ഭാര്യയോട് നിനക്ക് ബാധ്യതയുണ്ട്, അവളോടൊപ്പം ചെലവഴിക്കേണ്ട സമയമുണ്ട്, അതും നീ ചെലവഴിക്കണം. അവസാനം പറഞ്ഞു, ഫഅഅതി കുല്ല ദീ ഹഖിൻ ഹഖഹു, അങ്ങനെ ആർക്കൊക്കെ ഹക്കുകളുണ്ടോ, ആരോടൊക്കെ കടമകളും ഉത്തരവാദിത്തങ്ങളും ഉണ്ടോ, അവരോടൊക്കെയുള്ള ഉത്തരവാദിത്തങ്ങളും കടമകളും നിർവഹിക്കുമ്പോഴാണ് ശരിക്കുള്ള ദീനാവുന്നത്. അബൂ ദർദാ മൊത്തം കേട്ടു. രാവിലെ റസൂലുള്ളാഹിയുടെ അടുത്തേക്ക് പോയി, അല്ലാഹുവിൻ്റെ റസൂലേ, സൽമാൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. സൽമാൻ പറയുന്നു, ഞാൻ മുഴുവൻ എല്ലാ ദിവസവും നോമ്പെടുത്തിരുന്ന, രാത്രി നിസ്കാരം നിർവഹിച്ചിരുന്ന എന്നോട് സൽമാൻ പറയുന്നു, ബാക്കിയുള്ളവരുടെ ബാധ്യതകളൊക്കെ കൂട്ടണം, രാത്രി ഉറങ്ങണം. അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? ഇത്രയധികം ഇബാദത്തുകൾ ചെയ്യുന്ന, ഇത്രയധികം നന്മകളിൽ ഏർപ്പെടുന്ന അബൂ ദർദാഇനെ സൽമാൻ എന്തിനാണ് നീ തടഞ്ഞത് എന്നല്ല റസൂൽ ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം ബുഖാരി സ്വഹീഹിൽ ഉൾപ്പെടുത്തിയ ഹദീസ്, സദഖ സൽമാൻ, സൽമാൻ പറഞ്ഞതാണ് ശരി, സൽമാൻ പറഞ്ഞതാണ് സത്യം. അള്ളാഹുവിനുള്ള ബാധ്യതകൾ എന്നതിൻ്റെ പേരിൽ, ആത്മീയം എന്ന പേരിൽ ബാക്കി ദുനിയാവിൽ നിർവഹിക്കാനുള്ളതൊക്കെ ഒഴിവാക്കി ജീവിക്കുന്നതല്ല. അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ, സൃഷ്ടാവിനുള്ള ബാധ്യതകൾ പെട്ടത് തന്നെയാണ് അതേ സൃഷ്ടാവിൻ്റെ കൽപ്പനയായ സൃഷ്ടികളോടുള്ള ബാധ്യതകൾ നിർവഹിക്കുക. അപ്പോൾ അത് നിർവഹിക്കുമ്പോഴാണ് സൃഷ്ടാവിനോടുള്ള ബാധ്യതകൾ തന്നെ പൂർണ്ണമാകുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഭൗതിക ജീവിതം, ആത്മീയ ജീവിതം, ഇതിനൊക്കെ എങ്ങനെയാണ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് എന്നത് പഠിക്കാൻ ഓരോരുത്തരോടും എങ്ങനെ, എന്തൊക്കെ കടമകളുണ്ട്, പരിധികളുണ്ട്, എവിടൊക്കെ ഇടപെടാം, എവിടൊക്കെ ഇടപെടാൻ പാടില്ല, ആരൊക്കെയാണ് മഹറം, ആരോടൊക്കെ എങ്ങനെ ഇടപെടണം, എന്തൊക്കെ കടമകളാണുള്ളത്, ഒരാൾ മരിച്ചാൽ എങ്ങനെയൊക്കെ സ്വത്ത് വീതം വെക്കണം, സമ്പത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണം, ബന്ധങ്ങൾ എങ്ങനെ പരിഗണിക്കണം, ഇതൊക്കെ പറയാൻ ദീനുണ്ടായേ തീരൂ.
അതുകൊണ്ട് ലോകത്തിന് എത്ര പ്രീ മാരിറ്റൽ കൗൺസിലുകളും എത്ര വലിയ ബുദ്ധിരാക്ഷസന്മാരുണ്ടാക്കിയ മനഃശാസ്ത്രത്തിൽ ഗവേഷണം നടത്തിയ ആളുകൾ ചേർന്നുണ്ടാക്കിയ കോടതികളായിരുന്നാലും ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്ന് കടമകൾ പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു കോടതിക്കും കഴിയില്ല. അങ്ങനെയായിരുന്നെങ്കിൽ എത്ര കഴിയണമായിരുന്നു. ഇന്ന് ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ ഇന്ന് കൂടുതൽ ദൃഢമാകണമായിരുന്നു. അത്രയധികം മനുഷ്യന്മാരുടെ മനഃശാസ്ത്രമൊക്കെ പഠിച്ചിട്ട് കോടതികൾ വഴി ഒരു നിയമം, ഒരു ഭരണഘടന ഉണ്ടാക്കിയാൽ മതിയല്ലോ. ഭാര്യ ഭർത്താക്കന്മാർ പെരുമാറേണ്ട ഒരു കോഡ് ഓഫ് കണ്ടക്ട്, ഒരു നിയമാവലി ഉണ്ടാക്കിയാൽ മതിയല്ലോ. അങ്ങനെ ഉണ്ടാക്കിയാലും അത് കഴിയില്ല. അത് നടപ്പാക്കാൻ ദീനിനെ കഴിയൂ. വൃദ്ധസദനങ്ങൾ അതുകൊണ്ട് പിന്നെ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്ന് വർദ്ധിക്കില്ലല്ലോ. അത് നടപ്പാക്കാൻ ദീനിനെ കഴിയുള്ളൂ. അത് നടപ്പാക്കാൻ ശരിയായ ദീനിന് മാത്രമേ. മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണം, ഒറ്റയ്ക്കാകുമ്പോൾ എങ്ങനെ ജീവിക്കണം, സ്വകാര്യ നിമിഷങ്ങൾ എങ്ങനെയാകണം. ഇന്ന് കോടതികളിൽ മനുഷ്യന്മാരുണ്ടാക്കിയ നിയമങ്ങൾ മൊത്തം ദുരുപയോഗം ചെയ്യാം. ഏറ്റവും ചൂഷണമൊന്നും ഇല്ല, മതങ്ങളൊക്കെ ഫുള്ള് ചൂഷണമാണ്. ഭരണഘടനകൾ അല്ലെങ്കിൽ മനുഷ്യന്മാരുണ്ടാക്കിയ നിയമങ്ങളാണ് വലുത്. കോടതികൾ നിയമങ്ങൾ അതാണ് പിന്നെ ഏറ്റവും വലുതെന്ന്. ആ കോടതികളുടെ നിയമം മൊത്തം ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ കോടതികൾ അതേ നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നിരപരാധികൾ തടവിൽ കിടക്കുന്നത്. വനിതാ കമ്മീഷൻ അതിലെ സ്ത്രീകൾക്ക് അനുകൂലമായ നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പുരുഷന്മാർ തടവിലാണ്. അവസാനം ഇപ്പോൾ ഈ അടുത്ത് നമ്മുടെ നാട്ടിൽ പുരുഷാവകാശ കമ്മീഷൻ ഉണ്ടാക്കിയത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ മനുഷ്യന്മാരുണ്ടാക്കിയ നിയമങ്ങൾ സമൂഹത്തിൽ നീതി നടപ്പാക്കണമെങ്കിൽ, ഓരോരുത്തരും എന്ത് ചെയ്യണമെന്ന് പറയണമെങ്കിൽ ശരിയായ ദീനിന് മാത്രമേ കഴിയൂ. ചുരുക്കത്തിൽ പറഞ്ഞാൽ മനുഷ്യന്മാർ ആത്യന്തികമായി മനുഷ്യനാവണമെങ്കിൽ, അവൻ നന്നാവണമെങ്കിൽ, അവന് ശരിയായി ജീവിക്കാൻ കഴിയണമെങ്കിൽ, ഈഹത്തിലും പരത്തിലും ജയിക്കാൻ കഴിയണമെങ്കിൽ ശരിയായ ദീനുണ്ടായാലും കഴിയും. അതെത്ര CCTV വെച്ചിട്ടും എന്ത് വെച്ചിട്ടും കാര്യമില്ല. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൻ്റെ ഒരു ചുരുക്കത്തിൽ ഖുലാസയായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ ദീൻ ശരിക്കും പഠിക്കുക എന്നുള്ളതാണ്. ഇന്ന് ദീൻ പഠിക്കുക, ദീനിൻ്റെ ആവശ്യകതയൊക്കെ നമ്മൾ മനസ്സിലാക്കി. പക്ഷെ നമ്മൾ പലപ്പോഴും ദീനിനെക്കുറിച്ച് പിന്നെ ഞാനും നിങ്ങളൊക്കെ പലപ്പോഴും മനസ്സിലാക്കുന്നത് ദീൻ ഒരു വശം മാത്രമാണ്. ദീൻ എന്ന് പറഞ്ഞാൽ അതിൽ അഖീദയുണ്ട്, വിശ്വാസ കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടത് തന്നെയാണ് കർമ്മശാസ്ത്ര കാര്യങ്ങൾ, അതും പ്രധാനപ്പെട്ടതാണ്. അതുപോലെ പ്രധാനപ്പെട്ടതാണ് സ്വഭാവങ്ങൾ, അഖ്ലാഖുകൾ, മര്യാദകൾ ജീവിതത്തിൽ, അതും പഠിക്കുക തന്നെ വേണം. ഒരു വശം മാത്രം പഠിപ്പിച്ചാൽ പോരാ. ഇത് പിന്നെ പഠിച്ചാലും പഠിപ്പിച്ചാലും പോരാ. ഇബാദത്തുകൾ അത് ഏകലയാണ്. ദീൻ എന്നതിനെ മൊത്തത്തിലാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. ഖുർആനിൽ പറയുന്നത് പോലെ ഉദ്ഖുലൂ ഫിസ്സിൽമി കഫ, ദീനിൽ നിങ്ങൾ മൊത്തത്തിലാണ് പ്രവേശിക്കേണ്ടത്. ഇന്ന് പലപ്പോഴും ആളുകൾ ദീൻ പിന്നെ റേഷൻ കാർഡിലും പാസ്പോർട്ടിലും പിന്നെ ഇതിലൊക്കെ മുസ്ലിം ആണ്, അത് കറക്റ്റാണ്, ഒക്കെയാണ്. പക്ഷെ വ്യക്തി ജീവിതത്തിൽ ദീൻ ഇല്ല. കുടുംബ ജീവിതത്തിൽ ചിലപ്പോൾ ദീൻ പാലിക്കാൻ കഴിയും. ലാഭവും നഷ്ടവും കണക്ക്, ബിസിനസ്സിനെ കണക്ക് വരുമ്പോൾ സൗകര്യപൂർവ്വം കൊണ്ട് മാറ്റിവെക്കും. അത് കാരണം പൈസയാണ്, അവിടെ ദീൻ എടുക്കാൻ പറ്റില്ല. ബാക്കിയുള്ളടത്തൊക്കെ ദീൻ ചിലപ്പോൾ നമ്മളിൽ തന്നെ വരാമല്ലോ. ശിർക്ക് ബിദ്അത്ത് എന്നൊക്കെ പറയുമ്പോൾ ഓക്കെ, അതിൻ്റെ ഗൗരവം കുറച്ച് കാണാനില്ല, അത്രത്തോളം ഗൗരവമുള്ള സംഗതി തന്നെയാണ്, അതൊക്കെ ഓക്കെ. പക്ഷേ വ്യക്തി ജീവിതത്തിൽ ദീന് പാലിക്കുന്നിടത്തോ ഭാര്യയും ഭർത്താവും നമ്മൾ ശിർക്ക് ബിദ്അത്ത് അതൊക്കെ ഓക്കെ, നാട്ടിലൊക്കെ ഓക്കെ. പക്ഷേ ബാക്കി ഈ വശങ്ങളിലെ നിയമങ്ങളോ അത് സൗകര്യപൂർവ്വം മറക്കാം. അല്ല, ദീൻ കുറച്ചെടുക്കുക, പിന്നെ കുറച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപേക്ഷിക്കുക, നമുക്ക് പറ്റുന്നത് എടുക്കുക, അത് യഹൂദന്മാരുടെയും പിഴച്ച കക്ഷികളുടെയും സ്വഭാവമാണെന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നത് കാണാം. ദീൻ മൊത്തത്തിലാണ്. അള്ളാഹു നമ്മളോട് പറഞ്ഞത് ഒരു മനുഷ്യൻ്റെ എല്ലാം അതിൽ ഉൾപ്പെട്ടു, അവൻ്റെ എല്ലാ ചിന്തകളും അതിൽ ഉൾപ്പെട്ടു. അപ്പം ശരിക്കും ദീൻ മുഴുവൻ ജീവിതത്തിൽ പഠിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും പൂർണ്ണമായും ഏറ്റവും ഒന്നാമത്തെ മുൻഗണന ദീനിന് കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ സമാധാനവും കാര്യങ്ങളും ആസ്വദിക്കാൻ കഴിയുക. ഒന്നാമത്തെ മുൻഗണന അതിന് കൊടുക്കുമ്പോൾ എല്ലാം പഠിച്ചു മനസ്സിലാക്കി ജീവിതത്തിൽ പുലർത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ചില ഏരിയകളിലൊക്കെ മുൻഗണന ദീനിനല്ല. പലപ്പോഴും ദുനിയാവിൻ്റെ പലതും ഇങ്ങനെ ഒരു അപ്പുറത്തെ ഓപ്ഷനായി വരുമ്പോൾ മനുഷ്യനാണ്, സാഹചര്യങ്ങളാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണത്. അവിടെ ദീനും ദുനിയാവും ഇങ്ങനെ രണ്ട് ഓപ്ഷനെ നമ്മുടെ മുന്നിൽ വരുമ്പോൾ ദീനിന് മുൻഗണന നൽകാൻ കഴിയുമ്പോഴാണ് നമുക്ക് ദീൻ ശരിക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുക. അതിൻ്റെ ദീനിൻ്റെ മൂല്യം, ദീൻ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ആ ആഴമേറിയ പ്രവർത്തനം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് നമ്മളെക്കൊണ്ട് കഴിയുന്നതിൻ്റെ മാക്സിമം പഠിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ. ദീന് പഠിക്കാനും പഠിപ്പിക്കാനും നമ്മളെക്കൊണ്ട് കഴിയുന്ന വിധം പ്രബോധനത്തിൽ പങ്കാളികളാകാനും ഈ ലോകത്ത് ഏറ്റവും വലിയ കൊടിയ പാതകമായ ശിർക്കും അതുപോലെ തന്നെ ബിദ്അത്തുകളും ഒക്കെ നിറഞ്ഞാടുന്ന ഈ ലോകത്ത് ശരിയായ ആദർശം മുറുകെ പിടിച്ച് ശരിയായ മനുഷ്യൻ്റെ ഇഹപര വിജയത്തിനുള്ള ആദർശം ഒരുപാട് ആളുകൾക്ക് നമ്മളെക്കൊണ്ട് എത്തിച്ചു കൊടുക്കാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. കഴിയുന്ന രൂപത്തിൽ നമ്മളൊരു പുഞ്ചിരി കൊണ്ട്, നമ്മളൊരു സമയത്തൊരു കൈപിടിക്കൽ കൊണ്ട്, നമ്മളൊരു സമയത്തൊരു വാക്കുകൊണ്ട് ഒക്കെ നമുക്ക് പ്രബോധന ദൗത്യങ്ങൾ നിർവഹിക്കാൻ പറ്റും, ദീന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ. വഹാദ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.